നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആര് ജയിക്കും ആര് ഭരിക്കും എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് കേളകം പഞ്ചായത്തിലാണ്. കേളകം പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ അതിഥികളായി എത്തിയിരിക്കുന്നത് LDF പ്രതിനിധീകരിച്ച് KP ഷാജി മാസ്റ്ററാണ്, UDF പ്രതിനിധീകരിച്ച് സന്തോഷ് ജോസഫും NDA പ്രതിനിധീകരിച്ച് റോയ് തോമസുമാണ്. 3 അതിഥികളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വോട്ടർമാരും എത്തിയിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് ചോദിക്കാം. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ആദ്യം തന്നെ കേളകം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേളകം പഞ്ചായത്ത് കുറേ നാളുകളായി UDF കയ്യിലായിരുന്നു ഭരണം. എന്നാൽ ഇപ്പോൾ 10 വർഷമായി LDF ആണ് ഭരിക്കുന്നത്. ഇത്തവണയും LDF ഭരണം നിലനിർത്താനുള്ള ശ്രമങ്ങളാണോ ആരംഭിച്ചിട്ടുള്ളത്? തെരഞ്ഞെടുപ്പിൽ LDF ഭരണം തുടരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലും അതേപോലെ കേളകത്തും LDF ഭരണസമിതികൾ, ഗവൺമെൻറ്റും LDF ഭരണസമിതിയും ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഇവ മുൻനിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾക്ക് നിലവിലുള്ള 13-ൽ 9 സീറ്റിലായിരുന്നു ഞങ്ങളുടെ പ്രാതിനിധ്യം. ഇപ്പോൾ അത് 14 സീറ്റിൽ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ആ 14 സീറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയേക്കാൾ ഉയർന്ന സീറ്റിൽ നേടി LDF വിജയിക്കും എന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അണിനിരക്കുന്നത്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വെച്ച പ്രകടന പത്രികയിലെ 101 ഇനങ്ങളിൽ ബഹുഭൂരിപക്ഷവും നടപ്പാക്കിക്കൊണ്ട് ഒരു പുതിയ മുന്നേറ്റം കുറിക്കാൻ വേണ്ടി പരമ്പരാഗതമായ വികസന പദ്ധതികളിൽ നിന്നും അടക്കം മാറിക്കൊണ്ട് പുതിയ മേഖലകൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ പശ്ചാത്തല മേഖലയിലടക്കം വികസനം നടത്തിക്കൊണ്ട് ചെയ്യാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരി, തിരിച്ചു വരാം. അതുപോലെ തന്നെ ഇപ്പോൾ 10 വർഷം മുൻപത്തെ UDF ഭരണകാലത്തേക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കൊണ്ട് ചെന്നെത്തിക്കുമോ? ശ്രീ സന്തോഷ് ജോസഫ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കേളകത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിലെ വികാരം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് കേളകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഭരണസമിതിക്കെതിരെയുമുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞാൻ സൂചിപ്പിക്കുകയാണ്. കേളകത്തെയും കേരളത്തെയും വികസന മുരടിപ്പിലേക്ക് എത്തിച്ച ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ കേളകം ടൗണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ വികസന മുരടിപ്പ് എന്താണെന്നുള്ളത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. പഞ്ചായത്തിന് തൊട്ടു താഴെ കിടക്കുന്ന കേളകം ടൗൺ പോലും വേണ്ടത്ര രീതിയിൽ പുരോഗമിപ്പിക്കാതെ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് ഇവർ നേരിടുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റാത്ത എന്ത് പദ്ധതികളാണ് പുതിയ പ്രകടന പത്രികയിൽ ഇവർ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഞങ്ങളിൽ ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. കേളകത്തെ 14 വാർഡുകളിലും ഗ്രാമപഞ്ചായത്തിൽ ഈ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി ഡിസംബർ 13-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തിരിച്ചു വരാം. അതുപോലെ തന്നെയാണ് ഇപ്പം NDA സംബന്ധിച്ചിടത്തോളം NDAക്ക് ശക്തമായ ഒരു വേരോട്ടം ഇല്ലാതിരുന്ന ഒരു പഞ്ചായത്താണ്. പക്ഷേ ഇത്തവണ NDA ഇവിടെ അക്കൗണ്ട് തുറക്കുമോ? ശ്രീ റോയ് തോമസ്. ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഒരു ജനകീയ മഹോത്സവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആണെങ്കിലും വീക്ഷിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും മുഴുവൻ വാർഡുകളിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA അതിശക്തമായ പ്രചരണവും പ്രവർത്തനവും, അതും നാളിതുവരെ കാണാത്ത കഴിവുള്ള ഏറ്റവും ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളെയാണ് NDA രംഗത്തിറക്കിയിരിക്കുന്നത്. 1995 മുതൽ പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനങ്ങൾ വന്ന കാലം മുതൽ ഇവിടെ ഇടത് വലത് മുന്നണികൾ ഭരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇടത് വലത് മുന്നണികൾ പരസ്പരം കുറ്റം പറയുകയും ഭരണത്തിൽ വരുമ്പോൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നാടിനെ വികസന മുരടിപ്പിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ നമ്മൾക്ക് ഉന്നയിക്കാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടിയിലെ NDAക്ക് പറയാനുള്ളത്, മാറാത്തത് ഇനി മാറണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തവണ കേരളത്തിൽ NDA അതിശക്തമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതിൻ്റെ ഭാഗമായി കേളകത്തേക്ക് നമ്മൾ വരുമ്പോൾ നാളിതുവരെ ഈ കേളകത്ത് നടത്താത്ത രീതിയിലുള്ള പ്രചരണവും ശക്തമായ പ്രവർത്തനവും ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ, ഞങ്ങളുടെ NDA സ്ഥാനാർത്ഥികൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഓരോ ജനങ്ങളിലേക്കും ഓരോ വോട്ടർമാരിലേക്കും ഇറങ്ങി ചെല്ലുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം
മുരടിപ്പിലേക്ക് പോയ ഈ ഇടത് വലത് മുന്നണികളുടെ ഭരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ വീണ്ടെടുക്കാൻ കിട്ടിയ അവസരം അത് NDAയിലൂടെ സാധ്യമാവും എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ജനങ്ങൾ ഞങ്ങളെ സമീപിക്കുന്നത്. അതിന് മാറ്റമുണ്ടാകും. ഞങ്ങൾ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും. പഞ്ചായത്ത് ഭരണം സാധ്യമാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്, പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. ഷാജി മാസ്റ്റർ, നമുക്കൊരു 10 വർഷക്കാലം ഇപ്പോൾ UDFൻ്റെ കയ്യിൽ നിന്ന് ഭരണം LDF തിരിച്ചു പിടിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു 10 വർഷക്കാലം ഉണ്ടായ വികസന പ്രധാന ചുരുങ്ങിയ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രധാനമായിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഐക്യത്തോടെയും അതേപോലെ എല്ലാ വാർഡുകളിലേക്കും ജനാധിപത്യപരമായ രൂപത്തിലേക്കും ഫണ്ടിൻ്റെ വിനിയോഗം നടത്തിക്കൊണ്ടുള്ള ഒരു 10 വർഷമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ ഇതിനു മുമ്പത്തെ ഭരണസമിതി മൈഥിലി രമണൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലത്താണ് നമ്മുടെ കേരളത്തെ PHC അടക്കം നിരവധി അവാർഡുകൾ കിട്ടുകയും അതേപോലെ അതിനുള്ള സ്വീകരണം ഒക്കെ നമുക്കിവിടെ നൽകുകയും ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉദ്ദേശിക്കാനുള്ളത് സമ്പൂർണ്ണ തരിശുരഹിത പഞ്ചായത്തായി ഇതിനെ മാറ്റിയിട്ടുണ്ട്. സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി ഇതിനെ മാറ്റിയിട്ടുണ്ട്. അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി അതിദാരിദ്ര്യമുക്തമായി സംസ്ഥാനം കൊണ്ട് മാറിയപ്പോൾ അതിൽ കേരളവും ആ രൂപത്തിലുള്ള ആൾക്കാരെ കണ്ടെത്തി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡയാലിസിസ് ആവശ്യമുള്ള എല്ലാ രോഗികൾക്കും ഡയാലിസിൻ്റെ ചികിത്സാ സൗകര്യം ഒരുക്കുകയും ചികിത്സാ സഹായം കിട്ടുന്ന പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. മറ്റൊന്ന്, ജില്ലയിലെ ആദ്യത്തെ ആയുർവേദ പ്രമേഹ രോഗ ചികിത്സയ്ക്ക് സൗകര്യം ആരംഭിച്ച പഞ്ചായത്തായിട്ടുണ്ട്. എല്ലാ വാർഡിലും ലൈബ്രറികൾ എന്ന രൂപത്തിലേക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 2 ലൈബ്രറികൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ അഫിലിയേഷൻ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കുകയും ഗ്രാൻറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ വാർഡിലും കളിക്കളം എന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനം ഞങ്ങൾക്ക് നടത്തിയിട്ടുണ്ട്. അത് പ്രഖ്യാപനം നടത്തുക മാത്രമല്ല, കളിക്കളം രൂപീകരിച്ചിട്ടുണ്ട്, സ്ഥാപിതമായിട്ടുണ്ട്. എല്ലാ കളിക്കളവും വളരെ മനോഹരമായ സ്റ്റേഡിയം എന്ന രൂപത്തിലേക്കുള്ള ഒരു പൊതുവിടം എന്ന രൂപത്തിലേക്ക് വികസിപ്പിക്കാൻ ആവശ്യമായ ഇടം എന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊന്ന്, നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് പരസ്പര പൂരകമായ രൂപത്തിൽ ഒരു ശലഭഗ്രാമമാക്കി മാറ്റുന്നു. ശലഭഗ്രാമവും പഞ്ചായത്തും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, ശലഭങ്ങളാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഏറ്റവും വലുത്. അതുകൊണ്ട് ശലഭങ്ങൾ ഉണ്ടാവണമെങ്കിൽ പച്ചപ്പും പൂക്കളും ഉണ്ടാകണം. അത് നമ്മുടെ ഈ ആഗോള താപനത്തിലടക്കം നേരിടുന്ന രൂപത്തിലേക്ക് ഉള്ള ഒരു പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഒരു കാൽവയ്പ് എന്ന രൂപത്തിലേക്കാണ്. മറ്റൊന്ന്, ഓക്കെ നമുക്ക് പറയാം, വരുന്ന ചർച്ചയിൽ പറയാം. അപ്പോൾ ഈ കേളകം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പഞ്ചായത്തുകളിലൊക്കെ മാതൃകയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കളിക്കളം. കാരണം ചില പഞ്ചായത്തുകൾ ഒരു കളിക്കളം പോലും ഇല്ലാത്ത പഞ്ചായത്തുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗം ഓരോ വാർഡിലും, അതായത് 13 വാർഡുകളിലും കളിക്കളം എന്നുള്ള ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പം ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞു LDFൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഷാജി മാസ്റ്റർ. അപ്പോൾ UDFന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? സന്തോഷ് ജോസഫ്. എനിക്കിത് കേട്ടപ്പോൾ എന്താ പറയുക, ഒരു ചിരിയാണ് വന്നത്. കാരണം ഇവരുടെ ഒരു മുദ്രാവാക്യം തന്നെ സുരക്ഷ കേരളം സുന്ദര കേളകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഒരു മുദ്രാവാക്യമൊക്കെ കൊടുത്തുകൊണ്ടാണ് കേളകത്തെ പോയത്. ഇപ്പോൾ ഇവിടെ കളിക്കളത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഒരു പഞ്ചായത്തിൻ്റെ കളിക്കളം എന്ന് പറയുന്നാൽ എന്താണ്? അത് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള, അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ആളുകൾക്ക് മാനസികമായിട്ട് ഉല്ലസിക്കുവാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് അവിടെ പോയി കളിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വേണം ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചൊരു കളിക്കളം എന്ന് പറയുന്നത്. എന്നാൽ കേളകം പഞ്ചായത്തിലെ 13 വാർഡുകളിൽ എവിടെയൊക്കെയാണ് കളിക്കളം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. എൻ്റെ വാർഡിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ആളുകളുടെയും വാർഡുകളിൽ എവിടെയാണ് കളിസ്ഥലം, അതൊന്ന് കാണിച്ചു തരട്ടെ. ഇതിന് ഉപയോഗമായ രീതിയിൽ ആരാൻ്റെ പറമ്പ് കാണിച്ചിട്ട് മൈതാനം കാണിച്ചിട്ട് പഞ്ചായത്തിൻ്റെ കളിസ്ഥലം എന്ന് പറഞ്ഞാലും നടക്കത്തില്ല. ഇവർ കേളകം പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താതെ അവസാന നാളുകളിൽ ഇവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി. എല്ലാ വാർഡുകളിലും ലൈബ്രറി ഉണ്ടെന്ന് പറയുന്നു. ഈ ലൈബ്രറി എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ അംഗീകാരം കിട്ടിയ 2 ലൈബ്രറികൾ മാത്രമേ ഉള്ളൂ. ആളുകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ എവിടെയൊക്കെയാണ് ലൈബ്രറികളുള്ളത്? പിന്നെ ഇവർ പറഞ്ഞു സമ്പൂർണ്ണ ചിത്രശലഭ ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചെന്ന്. ചിത്രശലഭങ്ങൾ ഈ നാടിന് ആവശ്യമാണ്, നല്ലതാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ ചിത്രശലഭത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ കേരളത്തെ വികസനം സാധ്യമാകും. ഇവിടെ വന്യമൃഗശല്യത്താൽ ജനങ്ങൾ കഷ്ടപ്പെടുക. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് കടുവ ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു. ഇത്തരത്തിൽ വന്യമൃഗശല്യം നേരിടുമ്പോൾ ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ചിത്രശലഭത്തിൻ്റെ പുറകെ പോകുന്നതാണോ ഉചിതം, അതോ ഈ നാട്ടിലെ വന്യമൃഗശല്യത്തിന് അറുതി വരുത്തി അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് പോകുന്നതാണോ നല്ലത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ വളയഞ്ചാല മുകളിൽ കരിയങ്കാപ്പൂരെ ആനമുതൽ നിർമ്മിച്ചിട്ടുണ്ട്. അന്നൊരു മനുഷ്യജീവനെ പൊലിഞ്ഞപ്പോൾ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ, ഞങ്ങളുടെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, എല്ലാ നിയമ തടസ്സങ്ങളും നീക്കി 13 കിലോമീറ്റർ ദൂരത്തിൽ ആനമുതൽ പണിത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്ത് 1 കിലോമീറ്റർ ദൂരം 10 വർഷമായിട്ട് ഇവർക്ക് ഈ ആനമുതലിൻ്റെ നീട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിച്ചു.
ഇങ്ങനെ കേളകം പഞ്ചായത്തിലെ ജനങ്ങളെ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ പ്രഖ്യാപനങ്ങൾ കൊണ്ട് വെറുതെ ഇങ്ങനെ സ്വപ്നം കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ നമുക്ക് വരാം. അപ്പോൾ ഈ കേളകം പഞ്ചായത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ലേ? NDA പ്രതിനിധി ശ്രീ റോയ്. ഇപ്പോൾ ഇവിടെ രണ്ട് മുന്നണികളെയും ആളുകൾ പറഞ്ഞതാണ്. വിഷയം ഒരാൾ ചെയ്തു എന്ന് പ്രഖ്യാപനവും ഒരാൾ അത് ചെയ്തിട്ടില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. ജനങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. നമ്മുടെ കേളകം പ്രദേശത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതി തന്നെ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരു നല്ല പ്രകൃതി രമണീയ മനോഹരമായ ഒരു പ്രദേശമാണ് കേളകം. ഒരു പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു താഴ്വരകളുള്ള ഒരു പ്രദേശം, രണ്ട് നദികളാൽ രണ്ട് പുഴകൾ മനോഹരമായിട്ട് ഒഴുകുന്ന പ്രദേശം, നമ്മുടെ ഏറ്റവും കണ്ണൂർ ജില്ലയിലെ തന്നെ എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ശുദ്ധജലത്തിൻ്റെ ഉറവിടമെന്ന് നമ്മൾ പറയുന്ന ചീങ്കണ്ണിപ്പുഴ പോലുള്ള പുഴയുടെ ഉത്ഭവം, ഇതെല്ലാം ആറളം ഫാമിനോട് ചേർന്ന് കിടക്കുന്നു. ആറളം വൈൽഡ് ലൈഫ് കിടക്കുന്നു. പ്രകൃതി തന്നെ നമുക്കിവിടെ ഒരു വലിയ സമ്പദ് വ്യവസ്ഥ ഒരുക്കിയിട്ടുണ്ട്. ഈ കാലമത്രയും ഈ സമ്പദ് വ്യവസ്ഥയെ പ്രയോജനപ്പെടുത്തുവാൻ ഈ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. ഇവർ പണ്ടത്തെ പറമ്പുവാശാൻ്റെ ചായക്കടയിലും തട്ടുകടയിലും ഇരുന്ന് പറയുന്ന ചരിത്രങ്ങൾ മാത്രമാണ് പറയുന്നത്. കളിക്കളം, കോഴിക്കോട്, കോഴിക്കുഞ്ഞുങ്ങൾ, കറണ്ട് പോസ്റ്റിൽ ബൾബ് പിടിപ്പിക്കും എന്ന് പറയുന്ന വികസനത്തിൽ നിന്നും ഇതുവരെ ഇവർ രണ്ടു കൂട്ടരും മാറിയിട്ടില്ല. ഞങ്ങൾ ഉന്നയിക്കുന്നത് അതൊന്നുമല്ല. ഇവിടെയുള്ള നൂറുകണക്കിന് ആളുകൾക്ക് നിത്യമായി തൊഴിലില്ല. ഇവിടെ ആകെ ആശ്രയിക്കുന്ന കാർഷിക അഭിവൃദ്ധി മാത്രമാണ്. ഈ കാർഷിക അഭിവൃദ്ധി പോലും ഇന്ന് അപകട ഭീഷണിയിലാണ്. വന്യമൃഗങ്ങളുടെ ശല്യം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ഒരു കാലത്തും ഇപ്പോഴും പന്നിയായിരുന്നെങ്കിൽ അതിലേറെ അപകടമാണ് ഇവിടുത്തെ കുരങ്ങ് ശല്യം. അപ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് വന്യമൃഗ ശല്യം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ജനങ്ങൾ ഇത് പരാതി പറയുമ്പോൾ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത് കേന്ദ്രം അനുമതി തന്നില്ല, കേന്ദ്രം തന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും അറിയാവുന്ന ഒരു വാസ്തവമാണ് കേന്ദ്രത്തിൻ്റെ പരിമിതികൾ വനം വകുപ്പിൽ എന്താണ് എന്നുള്ളത്. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് രണ്ട് ഘടകങ്ങളാണല്ലോ. ഒന്ന് കേരളവും കേന്ദ്രവും ഇരിക്കുമ്പോൾ, സംസ്ഥാനങ്ങളും കേന്ദ്രവും ഇരിക്കുമ്പോൾ എംപിമാരൊക്കെ ഉണ്ടല്ലോ കേന്ദ്രത്തിൽ. ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ എംപിമാരുണ്ടല്ലോ. ഉണ്ട്. അത് ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാർ പറയണ്ടേ? ഈ കൺകറന്റ് ലിസ്റ്റിലുള്ള കേരളം ഈ വനം വകുപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതാത് പ്രദേശത്തുള്ള പന്നി ശല്യമാണെങ്കിൽ അതിന് വെടിവെക്കാൻ ഉത്തരവിടേണ്ടത് പഞ്ചായത്താണ്. കുരങ്ങ ശല്യം ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കേണ്ടതിനും അതിനെ ഏത് രീതിയിൽ ഇവിടുന്ന് കൃഷി സ്ഥലത്ത് നിന്ന് ആട്ടി ഓടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനുള്ള പരിഹാരം കാണേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ കേന്ദ്രത്തിന് മേൽ പഴി ചുമത്തുന്ന കാലങ്ങളായിട്ടുള്ള ഒരു അഭ്യാസം അത് ഇരു മുന്നണികളും കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് കൃത്യമായിട്ടൊന്ന് പറയാൻ നമുക്ക് ഉത്തരമുണ്ട്. ഇപ്പോൾ NDAയുടെയും അതുപോലെ തന്നെ UDFൻ്റെയും പ്രതിനിധി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പറയും വന്യമൃഗശല്യം തന്നെയാണ്. അത് നമുക്കറിയാം. എപ്പോഴും നമ്മളൊരു വാർത്തയുണ്ടെങ്കിലും അതിൽ കേളകം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വന്യമൃഗശല്യത്തിൻ്റെ വാർത്തയുണ്ടാകും. കുരങ്ങായാലും കാട്ടാനയായാലും കാട്ടുപോത്ത്, അങ്ങനെ ഒത്തിരിയുണ്ട്. അതിന് എന്തെങ്കിലും കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ശ്രീ ഷാജി മാസ്റ്റർ? ഈ കേന്ദ്ര നിയമം 1972 പാസ്സാക്കിയതാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം. ആ സംരക്ഷണ നിയമം പിന്നീട് ജനങ്ങൾക്ക് അനുകൂലമായി ലഘൂകരിക്കുകയല്ലേ ചെയ്ത്. പിന്നീട് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്തും അതേപോലെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തും ആ നിയമം കുറേയും കൂടി രൂക്ഷമാക്കിക്കൊണ്ട് അതിലേക്ക് കൂടുതൽ ഷെഡ്യൂൾഡ് വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളെ ചേർത്തുകൊണ്ട് ആ വന്യജീവി നിയമം രൂക്ഷമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കേരള ഗവൺമെൻറ്റിനോ ഒരു പഞ്ചായത്തിനോ മാത്രം വിചാരിച്ചാൽ ഇത് കഴിയുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഒരു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ ഭാഗമായിട്ട് ഒരു ഉത്തരവിറക്കിയിരുന്നു. പന്നികളെ വെടിവെക്കാൻ പോയി പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് എക്സിക്യൂട്ടീവ് അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേളകം പഞ്ചായത്തിൽ നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പന്നികളെ വെടിവെച്ച് കൊന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതിന് മുൻപെന്തായിരുന്നു നിയമം? പന്നിയെ വെടിവെക്കണമെങ്കിൽ അത് വെറ്റിനറി സർജൻ നോക്കണം, എന്നിട്ട് ആ പന്നി ഗർഭിണിയാണോ എന്ന് നോക്കണം, തുടങ്ങിയ അപ്രായോഗികമായ കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് ഈ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് ഈ വന്യമൃഗ ശല്യത്തിൻ്റെ പ്രധാന കാരണം എന്നുള്ളത് പറയുകയാണെങ്കിൽ വനത്തിനുള്ളിൽ ഈ ഇവരുടെ പെരുപ്പമാണ്. ആ പെരുപ്പം തടയാൻ ആവശ്യമായ രൂപത്തിലേക്ക് പുതിയ വികസിത രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ കള്ളിങ് നടത്തണം. അത് നിയന്ത്രണം പഞ്ചായത്തിന് എന്തെങ്കിലും പഞ്ചായത്തിന് ആ രൂപത്തിൽ ഉള്ള അധികാരം. കേരള ഗവൺമെൻറ് ഒരു വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. അത് ഗവർണർക്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അത് രാഷ്ട്രപതിക്ക് അയക്കുമെന്നാണ് രൂപത്തിൽ. ആ രൂപത്തിലേക്ക് തങ്ങളാലാകുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രൂപത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. മാത്രമല്ല ചോദിച്ചിട്ടുണ്ട്, വന്യജീവി അതായത് കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നിട്ടുണ്ടോ എന്ന്. 17 കാട്ടുപന്നികളെ ഇവിടെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ കൊല്ലുന്ന ആളോ അതിന് NDA കാരനോ UDF കാരനോ LDF കാരനോ ആവട്ടെ,
ആ രൂപത്തിലേക്ക് നിയമം നടപ്പാക്കുകയാണെങ്കിൽ പലരും ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. ഇന്നിപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ആ രൂപത്തിലേക്ക് ജനങ്ങളോട് ദ്രോഹകരമായ രൂപത്തിൽ എടുക്കേണ്ട രൂപത്തിലുള്ള നിർദ്ദേശം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ടാണ് ഈ രൂപത്തിൽ നിൽക്കുന്നത്. നിയമം അവിടെ കിടക്കുകയാണ്. മാത്രമല്ല ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിച്ചുകൊണ്ട് ഈ കാട്ടാനയുടെ ആക്രമണത്തിലും കാട്ടാന കടന്നേരത്തിലും ഒരു പരിധിവരെ തടയാൻ. അപ്പോൾ നമുക്ക് ഈ വന്യമൃഗശല്യമായി ചർച്ച ചെയ്താൽ ഒരുപാട് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാണ്. അതെ അതെ. അപ്പോൾ നമുക്ക് ആ ഒരു ചർച്ചയിൽ നിൽക്കാതെ നമുക്ക് കേളകത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം കേളകം ടൗണിൻ്റെ വികസനമാണ്. ടൗണിലൊക്കെ എത്തിയാൽ ഇപ്പം പാർക്കിങ് അതുപോലെ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൊട്ടിയൂർ ഉത്സവം വരുന്ന സമയത്തൊക്കെ കേളകത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ട്രാഫിക് പരിഷ്കരണത്തിനും അതുപോലെ കേളകം ടൗണിൻ്റെ വികസനത്തിനും കഴിഞ്ഞ LDF സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? സന്തോഷ് ജോസഫ്. നമ്മളൊന്ന് ഇവിടെ സൂചിപ്പിച്ചു, നിയമത്തെക്കുറിച്ച് പറഞ്ഞു. ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വമുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, ആ നിയമം എന്തുമായിക്കോട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ കഴിവുള്ളൊരു നേതൃത്വം ആദ്യം ഉണ്ടെങ്കിൽ ഒരു പഞ്ചായത്താണെങ്കിലും ഒരു സ്ഥാപനമാണെങ്കിലും എവിടെ അത് മുന്നോട്ട് പോകുകയുള്ളൂ. കേളകത്ത് അത്തരത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പോരായ്മ എന്ന് പറയുന്നത്. കൊട്ടിയൂർ ഇതേപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? കൊട്ടിയൂർ താങ്കളുടെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത്. അതെ, കൊട്ടിയൂർ എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്. കൊട്ടിയൂർ വന്യമൃഗശല്യത്തിനെതിരെ എന്തുമാത്രം അവിടുത്തെ പരിപാടികൾ നിങ്ങളൊക്കെ കാണാമല്ലോ. ഓരോ ദിവസം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടലിൽ തന്നെ, ജനകീയനായ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ തന്നെ പത്രമാധ്യമങ്ങളിൽ നിങ്ങളൊക്കെ തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ. ഇവിടെ ഞാൻ പറയട്ടെ, നമുക്ക് പഞ്ചായത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നൊരു ചീങ്കണ്ണിപ്പുഴ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതിക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ പോയി നിൽക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന പുഴയോരത്ത് ഇറങ്ങി നടന്നിരുന്ന ആളുകളുടെ സ്വന്തം പുഴ, അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു? ഞങ്ങൾ സമരങ്ങൾ നടത്തി. ഞങ്ങൾ MLA അടക്കമുള്ള ആളുകൾ പോയി ഞങ്ങൾ സമരങ്ങൾ നടത്തി. ഞങ്ങൾ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ആ പുഴ പിടിച്ചെടുത്ത് കേളകം പഞ്ചായത്തിന് കൊടുക്കും. സ്വന്തം പഞ്ചായത്തിൻ്റെ കെട്ടിടങ്ങളും സ്ഥാപക ജംഗമ വസ്തുക്കളും കാത്തു സൂക്ഷിക്കാൻ കെൽപ്പില്ലാത്ത ഒരു ഭരണസമിതിക്ക് എങ്ങനെ വികസന പ്രവർത്തനം നടത്താൻ? കേളകം ടൗണിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. നിങ്ങൾ കേളകം ടൗണിൽ നിന്നും പഞ്ചായത്തിലേക്ക് നടന്നു പോകുന്ന ഓടയൊന്ന് നോക്കിയാൽ മതി. ആ ഓടയിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കറിയാം, സൂക്ഷിച്ചു പോയില്ല കാല അതിൻ്റെ അകത്ത് പോയി മുട്ട് വീണ് ഉണങ്ങും. ഈ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് മാത്രമല്ല ഒരു നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ ഇച്ഛാശക്തിയുള്ള നേതൃത്വം സ്ഥലം MLA സഹായിച്ച പദ്ധതികളില്ലാതെ ഇവിടെ ഒന്നുമില്ല. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കുറച്ച് റോഡ് പണിതൊഴിച്ച് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് എന്ത് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്? പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ ഈ സർക്കാർ വെട്ടിക്കുറച്ചു, ഫണ്ട് അനുവദിക്കുന്നില്ല. UDFിൻ്റെ ഗവൺമെൻറ് നേതൃത്വത്തിലുള്ള അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം വരും. ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ഫണ്ട് വിഹിതം വർദ്ധിപ്പിക്കും, പഞ്ചായത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകും. അതുപോലെ തന്നെ പഞ്ചായത്തിലെ തകർന്നടിഞ്ഞ റോഡുകൾ, ഇവിടെ ഏത് റോഡാണ് തകർന്നടിയാത്തത്? നമ്മളെല്ലാം യാത്ര ചെയ്യുന്നതല്ലേ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിൻ്റെ UDFിൻ്റെ പ്രകടന പത്രികയിലുണ്ട്, തകർന്ന പഞ്ചായത്ത് റോഡുകൾ 100 ദിവസം കൊണ്ടത് കുഴിയടച്ച് ഗതാഗത യോഗ്യമാക്കും. ഇത്തരത്തിലൊന്നും ചെയ്യാതെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് കേളകത്തെ ജനങ്ങളെ വഞ്ചിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കേളകത്ത് ഒന്നും വേണ്ട, കേളകത്തെ ജനങ്ങളുടെ ടൗണിലേക്ക് ഇറങ്ങി വ്യാപാരികളുടെ മറ്റു ആളുകളുടെയും സംസാരം കയറ്റി നോക്ക്. എങ്ങനെയെങ്കിലും 10 വർഷം ഞങ്ങൾ സഹിച്ചു, എങ്ങനെയെങ്കിലും ഇതിനൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ മുമ്പിലേക്ക് വരുന്നു. കേളകം പഞ്ചായത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണ് കേളകം ടൗൺ. അപ്പോൾ കേളകം ടൗണിൻ്റെ വികസനത്തിന് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രകടന പത്രികയിൽ ഉന്നയിച്ച വിഷയമാണ് കേളകം പട്ടണത്തെ മനോഹരമായ പട്ടണമാക്കും, പാർക്ക് സമാനമാക്കും എന്നൊക്കെയുള്ള വിഷയങ്ങൾ. എന്നാൽ ആ പ്രവർത്തനങ്ങളിൽ ആ ഭരണസമിതി പരിപൂർണമായും വിജയിച്ചോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ആകെ ഒരു കൺഫോർട്ടേഷൻ പുനർനിർമ്മിച്ചു എന്നതിനപ്പുറം ഒരു അതിലെടുത്തു പറയത്തക്കതായ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അതൊരു വിഷയം നിൽക്കുന്നു. ഇപ്പോൾ കൊട്ടിയൂർ പഞ്ചായത്തിലാണെങ്കിൽ പോലും സമീപത്തുള്ള കൊട്ടിയൂർ ഉത്സവവും വൈശാഖ മഹോത്സവ കാലഘട്ടം നമ്മളെ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് കേളകം. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ആ തിരക്കനുഭവപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരു ട്രാഫിക് നിയന്ത്രണം കൊണ്ടുവരുന്നതിനുള്ള സ്ഥലപരിമിതികളൊന്നും പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ തിരക്കിൻ്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആളുകളായി കേളകം പട്ടണത്തിലെ വ്യാപാരികളും ഇവിടുത്തെ ജനങ്ങളും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവർ പറയുന്ന വികസനങ്ങളിൽ ഈ നിലവിലുള്ള സംവിധാനങ്ങൾ ഓരോരുത്തരും മാറി മാറി ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പഞ്ചായത്തിന് അഡീഷണലായി സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരുന്നതിനുള്ള ആശയം ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ പറയുന്നില്ല. നമ്മളുടെ പ്രകൃതി പോലും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമാണ് കേളകം. ചെറ്റാമ്പറമ്പ് പാറത്തോട് പ്രദേശം എടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയ വൻകിട കമ്പനികൾക്ക് വന്ന് സ്ഥാപിക്കുന്നതിനും ലക്ഷക്കണക്കിന് ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലാതെയും തൊഴിൽ കിട്ടുന്നതിനുള്ള സാധ്യതയും ഉള്ളൊരു പ്രദേശമാണ്. അത് വിനിയോഗിക്കാൻ ഈ കാലം അത്രയും ഒരു മുന്നണിയും ഇവിടെ ഭരണം നടത്തിയിട്ടും അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ വീടുകളിലെ വയസ്സായ
അപ്പനമ്മമാർ മാത്രമുള്ള വീടുകളിലേക്ക് നമുക്ക് ചെല്ലേണ്ടതായി വരുന്നത്. കാരണം ഇവർ തൊഴിൽ തേടി പോകുന്നത് അന്യ സംസ്ഥാനത്തേക്കും അന്യ രാജ്യത്തേക്കുമാണ്. ശരി ശരി. നമുക്കറിയാം, ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒരുപാട് കർഷകരുണ്ട്, ക്ഷീര കർഷകരൊക്കെയുണ്ട്. അതിനൊക്കെ വേണ്ട രീതിയിൽ പഞ്ചായത്ത് പരിഗണിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ക്ഷീര മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി സഹായം എത്തിക്കാനും അതേപോലെ കൃഷിഭവനെ വളരെ സജീവമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ ജനസൗഹൃദമായ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്ഷീരമേഖലയിൽ ഇന്ന് കാണുന്നൊരു പ്രതിഭാസം, അവിടെ പലരും ആ മേഖലയിൽ നിന്ന് ഒഴിവാകുന്നു. അത് ഒഴിവാകുന്നതിന് കാരണം ആ മേഖലയോടുള്ള അനാകർഷം കൊണ്ടല്ല. പല കുട്ടികളും ഉന്നത വിദ്യാഭ്യാസം നേടി ജോലിക്കും മറ്റും പഠിക്കാനും ജോലിക്കും മറ്റും പോകുമ്പോൾ ചില വീടുകളിലും മറ്റും ഈ പശുവിനെ വളർത്തൽ പണ്ടത്തെ പോലെ ഒരു ഉപജീവന മാർഗ്ഗമാക്കി എടുക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന രൂപത്തിൽ ഉൽപ്പാദനത്തിൻ്റെ കുറവ് വരുന്നുണ്ട്. അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രൂപത്തിൽ ഒരു ക്ഷീരഗ്രാമം പദ്ധതി നടപ്പാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിന് ആധുനികവൽക്കരണം ഈ മേഖലയിൽ നടപ്പാക്കേണ്ടത് ഒന്നും കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ വേറൊന്നും കൂടി പറയട്ടെ, ടൗണുമായി ബന്ധപ്പെട്ട ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അഭൂതപൂർവമായ തിരക്കാണ് ഇക്കൊല്ലം കൊട്ടിയൂർ ഉത്സവത്തിന് വന്നത്. ആ സമയത്തേക്ക് വളരെ ശാസ്ത്രീയ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അത് കൃത്യമായ രൂപത്തിലേക്ക് ദേവസ്വം ബോർഡ് അടക്കമുള്ള കൊട്ടിയൂർ ദേവസ്വം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായ രൂപത്തിൽ ഇവിടെ റോഡുകളുടെ വികാസം കൂട്ടണം. ഇത് വളരെ പെട്ടെന്ന് വന്ന ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ ആവശ്യമായ രൂപത്തിലേക്കുള്ള ഇടപെടൽ നടക്കുന്നുണ്ട് എന്നാണ്. മറ്റൊന്ന് ചീങ്കണ്ണിപ്പുഴയെക്കുറിച്ച് പറയും, അതുകൂടെ പറയാതിരിക്കാൻ കഴിയില്ല. ചീങ്കണ്ണിപ്പുഴയുടെ നടക്കുമ്പോൾ ഡിജിറ്റൽ സർവേ നടക്കുന്ന സമയത്ത് ഉള്ള സാങ്കേതികമായ ഒരു കാരണം അത് പലവട്ടം നമ്മൾ വിശദീകരിച്ചാണ്. ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ എവിടെയാണോ ആദ്യം ഡിജിറ്റൽ സർവേ നടക്കുന്നത് അതിൻ്റെ ഭാഗമായ പ്രദേശം ആ വില്ലേജിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തും. അതിനുശേഷം ഡിജിറ്റൽ സർവേ പൂർണ്ണമായി കഴിയുമ്പോൾ റിവർ ഹാഫ് എന്ന പദ്ധതിയിലൂടെ ആ പകുതി പ്രദേശം ഈ ചീങ്കണ്ണിപ്പുഴയുടെ അപ്പുറമുള്ള പകുതി പ്രദേശം ആറളം പഞ്ചായത്തിനും ഇപ്പുറമുള്ള പകുതി പ്രദേശം ഇവർക്കും വരും. അവിടെ ആരും പ്രത്യേക സമരം നടത്തേണ്ടതില്ല. അത് കൃത്യമായിട്ട് അതിൻ്റെ സർവേ ഉദ്യോഗസ്ഥന്മാർ ഈ കൃത്യമായ അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും അതിൻ്റെ കോപ്പി പഞ്ചായത്ത് പ്രസിഡന്റ് കിട്ടിയിട്ടുണ്ട്, മറുപടിയായി കൊടുത്തിട്ടുണ്ട്. ഇത് നഷ്ടപ്പെടുന്നില്ല. ഇത് അതിൻ്റെ സമയമാകുമ്പോൾ വരും. ഇത് സമീപ ഭാവിയിൽ 1-2 ദിവസത്തിനകം തന്നെ അതിന് ഉത്തരവ് വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഇലക്ഷൻ ആയിട്ട് ചിലപ്പോൾ വൈകുന്നേ ഉള്ളൂ. ആരും അതിൻ്റെ ഭയപ്പെടേണ്ട. ചീങ്കണ്ണിപ്പുഴ UDF അധികാരത്തിലെത്തിയാൽ ഈ കേളകം പഞ്ചായത്തിലെ കർഷകർക്ക് എന്താണ് സംഭാവന നൽകുക? ശ്രീ സന്തോഷ്. ഞങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ ഞങ്ങളുടെ പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രിക തയ്യാറാക്കിയത് ഞങ്ങളൊരു ഓഫീസിൽ കുത്തിയിരുന്ന് തയ്യാറാക്കിയതല്ല. കേളകത്തെ നിരവധിയായ ജനങ്ങളുടെ കർഷകർ, തൊഴിലാളികൾ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ രൂപീകരിച്ച ശേഷം ഇരുന്ന് ദിവസങ്ങളോളം എടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന പദ്ധതികളാണ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കർഷകർക്ക് അനുയോജ്യമായ ധാരാളം പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും. ഇവിടെ സൂചിപ്പിച്ചു, ക്ഷീര കർഷകർ ഈ മേഖലയിൽ നിന്നും പൊഴിഞ്ഞു പോവുകയാണ്, പാലില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇത് പൊഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഭരണ നേതൃത്വത്തിന് അത് പിടിച്ച് ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. 10 വർഷം നടപ്പിലാക്കാത്ത പദ്ധതിയാണോ ഇനി ഇവർ നടപ്പിലാക്കുന്നത്? സമീപം മറ്റ് പല പഞ്ചായത്തുകളിലും ഈ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. കാലിത്തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. കാലിത്തീറ്റയ്ക്ക് സബ്സിഡി കൊടുക്കാത്ത ഏക പഞ്ചായത്ത് ഈ കേളകം ഗ്രാമപഞ്ചായത്താണ്. പാല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉച്ചാശക്തിയുള്ള തീരുമാനങ്ങൾ എടുക്കും. ഞാനൊരു പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ് അടയ്ക്കാത്തോട്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ക്ഷീരോത്പാദക സഹകരണ സംഘമാണ് എൻ്റെ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ ആളുകൾ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ദീർഘവീക്ഷണം വേണം. ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് അറിഞ്ഞുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. കാർഷിക മേഖല നമുക്കറിയാം. കാർഷിക മേഖല എവിടെയാണ് ഇവിടെ നേരെ നിന്നിട്ടുള്ളത്? കർഷകർക്ക് ശരിയായ ഒരു വിപണിയുണ്ടോ? അത് കേരളത്തിൻ്റെ സർക്കാരും കേളകത്തിൻ്റെ സർക്കാരും ഒന്നും ഇതിന് വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ അതായത് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അഗ്രോ കേളകം എന്ന പേരിൽ കർഷകർക്ക് ഓൺലൈൻ വിപണി, ആഴ്ചത്തന്ത, പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇപ്പം നൂതന സാങ്കേതിക വിദ്യയിലേക്ക് വരുമ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അതത് ദിവസത്തെ അറിവുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നു, അവർക്ക് വിപണന സാഹചര്യം ഒരുക്കുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലാളിയുടെ ലഭ്യതക്കുറവാണ്. തൊഴിലാളികളുണ്ട്, പക്ഷേ വേണ്ട സമയത്ത് ഒരു തെങ്ങ് കയറ്റത്തിന് നമുക്ക് ആളെ കിട്ടത്തില്ല. ഇത്തരത്തിൽ നമ്മളൊരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ആളുകൾക്ക് തൊഴിലാളികളെ എപ്പോഴാണ് ആവശ്യം അവിടെ എത്തിക്കാനുള്ള നടപടികൾ. അപ്പോൾ NDA അധികാരത്തിലെത്തിയാൽ കേളകം പഞ്ചായത്തിലെ കർഷകർക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക? NDA ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമല്ലേ കർഷകരെ വേണ്ട കേളകം പഞ്ചായത്ത്? അതെ, ഞാൻ അതിൻ്റെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കർഷകരെ പരിഗണിക്കാൻ തുടങ്ങിയത് തന്നെ ആദരണീയനായ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. നാളിതുവരെ കർഷകരെ പരിഗണിക്കാതിരുന്നിടത്ത് നിന്ന് ഇന്ന് നമുക്ക് നോക്കിയാൽ 42,000 രൂപയോളം പലതവണയായി കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുത്തത് മോദിജി അല്ലാതെ ആരാണ്? മോദിയുടെ പണം എന്നും പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ നമ്മുടെ ആളുകൾ, നമ്മുടെ കർഷകർ വാങ്ങുന്നുണ്ടെങ്കിൽ കർഷകരോട് എത്രമാത്രം കരുതലും പ്രാധാന്യവും നരേന്ദ്രമോദി കാണിക്കുന്നു, അല്ലെങ്കിൽ NDA ഗവൺമെൻറ് കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.
അതേപോലെയുള്ള തുടർച്ച തന്നെയാണ് ഇപ്പോൾ കേളകം പഞ്ചായത്തിൽ ഭരണത്തിൽ വന്നാൽ കാർഷിക മേഖലയിലുള്ള ക്ഷീരകർഷകരായാലും അല്ലാതെ കർഷകരായാലും നാണ്യവിളകൾ ചെയ്യുന്നവരായാലും അവർക്ക് വേണ്ടതായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നതിന് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടു തന്നെ കതിര് കാക്കുന്ന കർഷകരും അതിര് കാക്കുന്ന പട്ടാളക്കാരനും ചേർത്ത് പിടിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രസ്ഥാനമാണ് NDA. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കർഷകർക്ക് തന്നെയായിരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യം. ഓക്കെ, നമുക്ക് ഇവിടെ കേളകം പഞ്ചായത്തിലെ വോട്ടർമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വോട്ടർമാർക്കും ചോദിക്കാം, അതായത് നിങ്ങളുടെ നേതാക്കന്മാരോട് കാര്യങ്ങൾ ചോദിക്കാം. വളരെ ചുരുക്കി ഓരോ ചോദ്യങ്ങൾ 1 മിനിറ്റിനുള്ളിൽ കുറയാതെ ചോദിക്കണം. എൻ്റെ പേര് ബാഹുലയൻ. ഞാൻ കേളകം പഞ്ചായത്തിലെ 12ാം വാർഡിൽ താമസിക്കുന്ന ഒരു വോട്ടറാണ്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ കേളകം, കൊട്ടിയൂർ, കണിച്ചാർ, കോളയാട് അങ്ങനെ ഒരു പഞ്ചായത്തിലും LDFൻ്റെ ഭരണം ഉണ്ടായിരുന്നില്ല. ആലക്കോട് അങ്ങനെ ഈ മലയോര മേഖലയിലെ ഒരു പഞ്ചായത്തിലും, അതായത് കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടാവുന്ന വർഷങ്ങളായി, എത്രയോ പതിറ്റാണ്ടുകളായി ഭരിച്ചിരുന്ന പഞ്ചായത്തുകളെല്ലാം LDF ഭരിക്കുകയാണിപ്പോൾ. കേളകം പഞ്ചായത്തിലാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ മാത്രമാണ് LDFന്. എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്തുകൾ മുഴുവൻ കോൺഗ്രസിനെ കൈവിട്ട്, മലയോര പഞ്ചായത്തുകൾ, കാർഷിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഈ ക്ഷീര കർഷകരുള്ള എല്ലാ പഞ്ചായത്തുകളും കോൺഗ്രസിനെ കൈവിടുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം വന്നിരുന്നു. ചോദ്യം കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ്. അതുമാത്രമല്ല, അതിനുശേഷം അവരിങ്ങനെ പറഞ്ഞു ജനങ്ങളല്ല ഞങ്ങൾ പരാജയപ്പെടുന്നത്, ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾ തമ്മിലടി കൊണ്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്തെല്ലാം പരാജയപ്പെടുന്നത്. അപ്പോൾ 10 വർഷം മുമ്പുള്ള ഒരു പഞ്ചായത്ത്, 10 വർഷം മുമ്പുണ്ടായിരുന്ന പഞ്ചായത്തിലെ ആ പഞ്ചായത്ത് 5 വർഷത്തെ ഭരണത്തിലേക്ക് നമുക്ക് നോക്കിയാൽ അവർ പറഞ്ഞത് കറക്റ്റാണെന്ന് മനസ്സിലാകും. പൈലിയായിരുന്നു ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ വേറൊരു ലിസി ജോസഫായി, പിന്നെ വീണ്ടും ഒരു മേരിക്കുട്ടി. ഒരു ഇതിൽ തന്നെ 3 പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ഇതാണ് പരാജയത്തിന് കാരണമെന്നാണ് അവർ തന്നെ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് UDF പ്രതിനിധിയോട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ UDF ഭരിച്ചിരുന്നത് എല്ലാം LDFൻ്റെ കയ്യിലേക്ക് പോകാൻ കാരണം എന്നുള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലും കേളകത്തിലും നമുക്ക് ഭരണമില്ല എന്നുള്ളതറിയാം. ഓരോ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട്, കോവിഡിൻ്റെ കാലത്തെ ചില പ്രത്യേകതകൾ കൊണ്ട് ജനങ്ങൾ 10 വർഷക്കാലം കോൺഗ്രസ് ഭരണത്തിൽ നിന്നും അകന്നു നിന്നെങ്കിൽ ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് അവർ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് 10 വർഷക്കാലം കോൺഗ്രസിനെ ഈ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയതാണെന്ന് ജനങ്ങൾ പശ്ചാത്തപിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുക. ആ മാറ്റം ഡിസംബർ 13-ാം തീയതി നമുക്കെല്ലാം മനസ്സിലാവും. പിന്നെ അടിപിടി എന്നൊക്കെ പറയുന്നത് എന്താണ്? കോൺഗ്രസ്സിന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള പാർട്ടിയാണ്. അതിൻ്റെ നേതൃത്വം തീരുമാനിക്കാൻ എൻ്റെ പാർട്ടി ഉചിതമായ സമയത്ത് വേണ്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇപ്രാവശ്യം ഞങ്ങൾ കോൺഗ്രസ് UDF കേളകത്ത് ഒറ്റക്കെട്ടായി 14 വാർഡുകളിലും ജനകീയരായ പൊതുസമ്മതരായ പൊതുപ്രവർത്തകരായ ആളുകളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. കേളകത്ത് UDF ഡിസംബർ 13-ാം തീയതി 14 വാർഡുകളിലും അധികാരത്തിൽ വരും. 1 മിനിറ്റ് കുറഞ്ഞിട്ട് ചോദിക്കണേ. LDF സ്ഥാനാർത്ഥിയോടാണ് എൻ്റെ ചോദ്യം. ഞാൻ ലിസി ജോസഫ്, അടയ്ക്കാത്തോട് നിന്ന് വരുന്ന ഒരു വോട്ടറാണ്. ഇത്ര ആർജവത്തോടെ പറഞ്ഞു 10 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ നേട്ടം കൊണ്ട് ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വരാൻ പോകുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വാർഡുകളുടെ ഡെലിമിറ്റേഷൻ ഇത്ര വികൃതമായ രീതിയിൽ വെട്ടിക്കീറിയത്? 10ാം വാർഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 9 കിലോമീറ്റർ നീളത്തിലും 4ാം വാർഡ് എന്ന് പറയുന്നത് അടയ്ക്കാത്തോട് മൃഗാശുപത്രി മുതൽ വാർക്കപ്പാലം വരെയുള്ള ദൂരത്തിലും ഈ ജനങ്ങളെ വിശ്വാസമില്ലാത്തതുകൊണ്ടും വോട്ടർമാരെ വിശ്വാസമില്ലാത്തതുകൊണ്ടും നിങ്ങളുടെ 10 വർഷത്തെ ഭരണം ജനഹൃദയങ്ങളിൽ ഏൽക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടുമല്ലേ രാഷ്ട്രീയ ലാക്കോടുകൂടി ജാതി ചിന്തകളോടുകൂടി ഈ വാർഡുകളുടെ വിഭജനത്തിൽ ഇത്ര ഇടപെടൽ നടത്തിയത്? അതിന് ഉദ്യോഗസ്ഥരാണ് കാരണക്കാർ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കേണ്ട. അതിനിവിടുത്തെ LDFൻ്റെ CPMൻ്റെ നേതൃത്വം എടുത്ത നിലപാടാണ്. എവിടെ ഗ്രാമസഭകൾ ചേരും, എവിടെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്ന് വീടുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി LDFൻ്റെ ആള് പറയണം. ഓക്കെ, ചോദ്യം. അപ്പോൾ ഇത് ചോദ്യം എന്ന് പറഞ്ഞാൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പൊതുവേ ഭരണകക്ഷികൾ അവർക്ക് അനുകൂലമായിട്ട് പഞ്ചായത്ത് ഭരിക്കാനുള്ളതാണ് പൊതുവേ കേൾക്കുന്നത്. അതുതന്നെയാണോ കേളകത്തും സംഭവിച്ചത്? വാർഡ് വിഭജനത്തിൻ്റെ നിലവിലുള്ള ഭരണസമിതിക്ക് വലിയ റോളൊന്നുമില്ല. നിലവിലുള്ള ഭരണസമിതി ഒരു പ്രപ്പോസലും കൊടുക്കുന്നില്ല. അവർ ചില ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുമെങ്കിലും ഇത് കൃത്യമായ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു പഞ്ചായത്തിലെ 13 വാർഡ് 14 വാർഡായപ്പോൾ അവിടെ ഓരോ വാർഡിലും ഉണ്ടാകേണ്ട ശരാശരി ജനസംഖ്യ, ഓരോ വാർഡിലും ഉണ്ടാകേണ്ട ശരാശരി വീടുകളുടെ എണ്ണം,
ആ ഒരു വീട്ടിലുണ്ടാകേണ്ട ശരാശരി വോട്ടർമാരുടെ എണ്ണം കണക്കാക്കുമ്പോൾ ജനസംഖ്യ കണക്കാക്കുമ്പോൾ 3 അങ്ങനെ വെച്ചിട്ടാണ് അതിലൊരു 10% മുകളിലോട്ടോ താഴോട്ടോ പോകാമെന്ന രൂപത്തിലേക്ക് വരുന്നു. നമുക്കിപ്പോൾ ഒരു വാർഡ് കേളകം പഞ്ചായത്തിൽ കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വർദ്ധിച്ചതും നമ്മുടെ പുഴയുടെ ഇപ്പുറമുള്ള ഭാഗമുണ്ട്. 4 വാർഡുകൾ 5 വാർഡാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഡീലിമിറ്റേഷൻ, ഒരു പ്രക്രിയ മാത്രമാണ്. അവിടെ രാഷ്ട്രീയമായിട്ട് CPMൻ്റെ നേതൃത്വത്തിനോ അല്ലെങ്കിൽ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കോ കാര്യമായി ഇടപെടാൻ കഴിയില്ല. അവർ വന്ന് ഈ ചെയ്ത കാര്യങ്ങൾ കൃത്യമാണോ നോക്കുകയും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അതിന് അവർ അംഗീകരിക്കില്ല. ഇനി അംഗീകരിച്ചാൽ തന്നെ പിന്നീട് അതിന് പരാതിപ്പെടാൻ കോടതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പരാതിയും ആ രൂപത്തിലേക്ക് പോയിട്ടില്ല. വളരെ ഡീലിമിറ്റേഷൻ്റെ കമ്മിറ്റിൻ്റെ പരാതിയിൽ ഞങ്ങളും ചില പരാതി കൊടുത്തിരുന്നു. അത് ചില കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, ചിലത് അവർക്ക് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ പ്രതിനിധികളും അന്നവിടെ വന്നിരുന്നു. അപ്പോൾ കൃത്യമായി ശാസ്ത്രീയമായി ഇത് നടപ്പാക്കിയത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇവിടെ അത് ഒരു പരാജയ ഭീതിയും ഞങ്ങൾക്ക് അല്ല, ഇത് ജനങ്ങളാണ് കാര്യങ്ങൾ ആദ്യമായി തീരുമാനിക്കുന്നത്. കൃത്യമായ മാനദണ്ഡം അനുസരിച്ച് നടപ്പാക്കിയതിന് പരാജയ ഭീതി കൊണ്ട് അവരതിനെ അങ്ങനെ ആക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കതിൽ യാതൊരു വ്യത്യാസമില്ല. മിത്രങ്ങളെ, എനിക്ക് ചോദിക്കാനുള്ളത് LDFൻ്റെ പ്രതിനിധിയോടാണ്. ഇവിടെ കുറച്ച് അവകാശവാദങ്ങൾ താങ്കൾ ഉന്നയിച്ചു. എൻ്റെ പേര് സുരേശൻ, വീട് 3-ാം വാർഡ് പാറത്തോട്. ഇവിടെ കേളകം പഞ്ചായത്തിൽ നിങ്ങൾ ഭരിക്കാൻ കയറും 10 വർഷം മുമ്പ് നിങ്ങൾ പ്രകടന പത്രികയിലല്ല മൈക്ക് സെറ്റ് വെച്ച് കംപ്ലീറ്റ് ഗ്രാമാന്തരങ്ങൾ വിളിച്ചു പറഞ്ഞു കേളകം PHCയെ ഞങ്ങൾ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന ഒരു ആശുപത്രിയായിട്ട് ഉയർത്തുമെന്ന് പറഞ്ഞു. 100 രോഗികളെ 100 പോയിട്ട് ഒരു രോഗിനെ കിടത്താനുള്ളൊരു ബെഡിൻ്റെ സൗകര്യം അവിടെ ഇല്ല. അത് മാത്രമല്ല, മരുന്നിന് പോയാൽ പുറത്തോട്ട് മെഡിക്കൽ ഷോപ്പിലോട്ട് എഴുതുക ചെയ്യുന്നത്. നിങ്ങൾ അതിദാരിദ്ര്യം നിർമ്മാണം ചെയ്തെന്ന് പറഞ്ഞില്ലേ? താങ്കൾ തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കേരളത്തെ കമ്പിപ്പാരത്തിൻ്റെ ചോട്ടിലോട്ട് പോയി നോക്ക്, ആരെ പുറയില്ലാണ്ട് കിടക്കുന്നുണ്ട് ഷെഡും കെട്ടിയിട്ട്. ദാരിദ്ര്യം പിടിക്കുന്നവരാ? ദാരിദ്ര്യം ഇല്ലാത്തവരാണ്. കളിക്കളം നിർമ്മിച്ചെന്ന് പറയും. എവിടെ കളിക്കളം നിർമ്മിച്ച്? പാറത്തോട്ടിലുള്ള സ്റ്റേഡിയമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ട. അത് ഞാനടക്കമുള്ള നാട്ടിലെ ആൾക്കാർ പിരിവെടുത്തിട്ട് സ്ഥലം മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മേരി ചേച്ചിയുടെ പറമ്പിൽ നിന്ന് വിലയ്ക്ക് മേടിച്ച സ്ഥലം അവിടെ പണം തുടങ്ങിയപ്പോൾ ഞങ്ങൾ മണ്ണിട്ട് ലെവലാക്കിയത്. നിങ്ങൾ കുറച്ച് മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടില്ല, 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുള്ളതാണ്. എന്തെങ്കിലും തട്ടുപിടൽ വന്നു നോക്ക്. ആശുപത്രിയെ കുറിച്ചാണ് ആശുപത്രി കിടത്തി ചികിത്സ എന്നുള്ള ഒരു അവകാശവാദമാണ് ഉന്നയിച്ചത്. അങ്ങനെ ആ രൂപത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞു കിടത്തി ചികിത്സ ഉണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പേരാവൂർ താലൂക്ക് ആശുപത്രി അത് 55 കോടി രൂപ നിരക്കിൽ വലിയ കെട്ടിടമടക്കം വന്നിട്ട് വളരെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് മാറുകയാണ്. ആ രൂപത്തിലേക്ക് വരുമ്പോൾ 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 8 കിലോമീറ്റർ ചുറ്റിലും മറ്റൊരു സ്ഥലത്ത് IP കൊടുക്കാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് ഉള്ളതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് കിടത്തി ചികിത്സ എന്ന രൂപത്തിലേക്ക് ഞങ്ങളിപ്പോൾ അങ്ങനെ പറയുന്നില്ല. കാരണം അതാണ് അതിൻ്റെ നയപരമായ അല്ലെങ്കിൽ നിയമപരമായ കാര്യം. മറ്റൊന്ന് കളിക്കളത്തെക്കുറിച്ച് പറഞ്ഞു. കളിക്കളം 26 കളിക്കളം പഞ്ചായത്തിലും വാർഡിലെ കളിക്കളങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ടില്ല. കളിക്കളങ്ങൾ അവിടെയുണ്ട്. ചിലത് കേളകം സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെ കളിക്കളം അത് പഞ്ചായത്ത് ഉണ്ടാക്കിയതല്ല. അതിന് ചില മെയിൻ്റനൻസിനുമായി ഇപ്പം അദ്ദേഹം പറഞ്ഞ പാറത്തോടിൻ്റെയും മെയിൻ്റനൻസിനെ കൊടുത്തിട്ടുണ്ട്. അത് പൊതുവിടങ്ങൾ സംരക്ഷിക്കുകയും പൊതുവിടങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന രൂപത്തിലേക്കാണ്. അതുകൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ അടക്കം കളിക്കളം പൊതുവിടങ്ങൾ എന്ന രൂപത്തിലേക്കാണ് പറഞ്ഞത്. അത് സമ്പൂർണ്ണ കളിക്കളം എന്നത് പഞ്ചായത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇന്ന് വളയഞ്ചാൽ നമ്മുടെ വില്ലേജ് ഓഫീസിൻ്റെ പുറകിലുള്ള സ്ഥലം ഗവൺമെൻറ് കേസ് നടത്തി പഞ്ചായത്ത് ഏറ്റെടുത്ത് അവിടെ ഒരു സ്റ്റേഡിയം എന്ന രൂപത്തിൽ അവിടെ ഇനിയും വികസിപ്പിക്കാനുണ്ട്. അതേപോലെ വളയഞ്ചാൽ വിനോദ വിജ്ഞാന കേന്ദ്രം ഇപ്പോൾ അവിടെ സ്ഥലം ഏറ്റെടുത്ത് പുഴയോരത്ത് സ്ഥലം ഏറ്റെടുത്ത് അവിടെ കളിക്കുന്നുണ്ട്. 55 ലക്ഷം രൂപ ചെലവിൽ ശ്രീ V. ശിവദാസൻ MP ഫണ്ട് വെച്ച് വിനോദ വിജ്ഞാന കേന്ദ്രം അവിടെ സ്ഥാപിതമാകാൻ പോവുകയാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചോദിച്ചിരുന്നു. എന്താണ് അദ്ദേഹം ചോദിച്ച മറ്റൊരു കാര്യം? അതിദാരിദ്ര്യം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു കേരളത്തിൽ കേവല ദാരിദ്ര്യമില്ലാതായിട്ടില്ല, അതിദരിദ്രർ എന്നുള്ള നീതി ആയോഗും ഐക്യരാഷ്ട്ര സംഘടനയും പറഞ്ഞ ചില മാനദണ്ഡ പ്രകാരം അതിദരിദ്രർ എന്നെ കണ്ടെത്താൻ വേണ്ടി നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1.5 കൊല്ലം നീണ്ടുന്ന സർവേയിലൂടെയാണ് കേളകം പഞ്ചായത്തിൽ കേരളത്തിലും ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. കേളകം പഞ്ചായത്തിൽ 64 പേരെയാണ് കണ്ടെത്തുന്നത്. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള ആൾക്കാരെന്ന രൂപത്തിലേക്കാണ്. ചിലർക്കത് ഭക്ഷണം കൊടുക്കലായിരിക്കും, ചിലർക്ക് ഭക്ഷണം വെക്കാൻ പോലും കഴിയില്ല അവർക്ക്. ആ രൂപത്തിലേക്ക് വരുമ്പോൾ അതിദരിദ്രർ ഇല്ലാത്ത ഒരു അതിദരിദ്രർ എന്ന നിർവചനത്തിൽ പെടുന്ന ആൾക്കാരെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ വീണ്ടും ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനം വളരെ പുരോഗമനമാണ്, വളരെ ചരിത്രപരമാണ്. എൻ്റെ പേര് വിപിൻ ജോസഫ് എന്നാണ്, മഞ്ഞളാമ്പുറമാണ് വീട്. ഈ കളിക്കളത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ ചർച്ചയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരുപാട് നടന്നതുകൊണ്ട് ഈ ചർച്ച കഴിഞ്ഞിട്ട് ഷാജിമാഷ് എൻ്റെ കൂടെ ഒന്ന് വരുവാണെങ്കിൽ ഞാൻ ഈ പഞ്ചായത്തിൻ്റെ 14 സ്ഥലങ്ങളിലൂടെ സാറിൻ്റെ കൂട്ടത്തിൽ ബൈക്കിൽ വരാം. ഞാൻ അതേപോലെ ഒന്ന് സഞ്ചരിച്ച ആളാണ്. മഞ്ഞളാമ്പുറത്ത് നമ്മൾ ഏറ്റവും ആദ്യം പോയി നോക്കുകയാണെങ്കിൽ അവിടെ
സ്പീക്കർ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സ്പീക്കർ നിന്ന വേദിയുടെ പുറഭാഗം മാത്രം കാട് വെട്ടിത്തെളിച്ചുകൊണ്ട് അവിടെ ഒരു കളിസ്ഥലം 2019 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്നത് നിർമ്മാണത്തിൻ്റെ ഒരു നിർമ്മാണം പൂർത്തീകരിച്ചിട്ടതിന് ശേഷം ഒരു തെല്ലിട പോലും ഒന്ന് വർദ്ധിപ്പിക്കാൻ സാധിക്കാതെ നവീകരിക്കാൻ സാധിക്കാതെ അങ്ങനെ ഒരു കളിസ്ഥലം അവിടെ നടക്കുന്നു. ഈ കേളകം പഞ്ചായത്തിലെ കേളകം ടൗണിലുണ്ട് എന്ന് പറയുന്ന കളിസ്ഥലം സെൻറ് തോമസ് സ്കൂളിൻ്റെ കളിസ്ഥലമാണ്. അത് വർഷങ്ങളായി സെൻറ് തോമസ് സ്കൂളിൻ്റെ സ്വന്തമായിരുന്ന കളിസ്ഥലം അതവിടെ നിലനിൽക്കുകയാണ്. ചെട്ടിയാമ്പറമ്പ് കരി എന്ന് പറയുന്നുള്ള കളിസ്ഥലം അവിടെ ഞങ്ങൾ പോയതാണ്. ഒന്ന് കാല് കുത്താൻ പറ്റാതെ ഒരു ഗോൾ പോസ്റ്റും ഗോൾ വലയും മാത്രം വെച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള കളിസ്ഥലം. വില്ലേജ് ഓഫീസിന് പുറത്തുള്ള കളിസ്ഥലം, അതിലേക്കൂടെ നടന്നു പോകാൻ സാധിക്കാതെ കാട് മൂടി കിടക്കുന്ന പ്രദേശത്തിൻ്റെ നടുക്കായി ഒരു തുരുത്ത്. കളിസ്ഥലത്തേക്കുള്ള പരാമർശങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഏറ്റവും ആദ്യമേ സാറ് പറഞ്ഞ ഒരു കാര്യം, ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ ഈ ഒരു കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് നടത്തി. അതിദരിദ്ര മുക്ത പഞ്ചായത്ത്, നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്ത്. നമുക്കൊന്ന് ഈ വളയഞ്ചാലിലെയും പൂക്കുണ്ടിലെയും നിങ്ങൾ പറയുന്ന പോലത്തെ ഉന്നതിയിലേക്കൊന്ന് പോകാൻ സാറേ. കഴിഞ്ഞ ദിവസം അവിടുന്ന് പുറത്തു വന്നൊരു വാർത്തയാണ്, കിടക്കാൻ കൂരയില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഒരു കക്കൂസ് ഇല്ലാത്ത താമസിക്കുന്ന ഒരുപാട് ആളുകൾ ആ ഒരു പരിസരത്തുണ്ട്. ഒന്നാമത്തെ കാര്യം സാർ, ഏറ്റവും അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് സുന്മേഷയുടെ ഒരു മിനിറ്റ്. ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് സ്വസ്ഥമായൊന്ന് പോയി ഇരിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പൊതു ഇടമില്ല. ഈ നാട്ടിലെ യുവജനങ്ങൾക്ക് ഒന്ന് വൃത്തിക്ക് കളിക്കുവാൻ വേണ്ടി നിങ്ങൾ പറയുന്ന ഈ കളിസ്ഥലമല്ലാതെ നല്ലൊരു ടർഫില്ല മറ്റു പഞ്ചായത്തുകളിലെ പോലെ. ഈ നാട്ടിലെ യുവജനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ 5 വർഷം മുമ്പ് പറഞ്ഞു. പക്ഷേ അതൊന്നും ഫലപ്രദമായിട്ട് കാണുന്നില്ല. ഇങ്ങനെ കുറേ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തി ആ പ്രഖ്യാപനങ്ങളെല്ലാം വീണ്ടും ഈ 5 വർഷങ്ങൾക്കിപ്പുറവും ഈ പ്രകടന പത്രികയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളെ പറ്റിക്കാൻ. ഓക്കെ കളിക്കളത്തിൻ്റെ നേരത്തെ പറഞ്ഞതാണ് മറുപടി. അപ്പോൾ അതല്ല ഇപ്പം പറഞ്ഞത് യുവജനങ്ങളോട് പറഞ്ഞു. അതിപ്പോൾ വയോജനങ്ങളുടെ കാര്യം കൂടി ഒന്ന് മറുപടി കൊടുത്താൽ, യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും എന്താണ് ചെയ്യാൻ സാധിച്ചത്? വയോജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഉല്ലാസത്തിനും അതേപോലെ അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ കാലത്ത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ സാമ്പത്തികമായി ഇല്ലാത്തവർ, അവർക്ക് പുറമേക്ക് ചിലപ്പോൾ പോകാനൊക്കെ ഈ 2 കൊല്ലവും വയോജനങ്ങൾ കലോത്സവം നടത്താനും വയോജനങ്ങളെ കൊണ്ട് ടൂർ പോകാനും, അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ആ ജീവിത സായന്തനത്തിൽ അവർക്കൊരു ആശ്വാസമേകുന്നതിന് ഒരു ഉല്ലാസമേകാൻ വേണ്ടി പദ്ധതി കഴിഞ്ഞിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് ഓരോ കാലഘട്ടത്തിലും പ്രത്യേക അവസരങ്ങളിൽ വരുമ്പോൾ പഞ്ചായത്തിലൊക്കെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാനും അതേപോലെ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ അടക്കം നിയമിച്ചിട്ടുണ്ട്. കേളകം പഞ്ചായത്തിൽ എല്ലാ പഞ്ചായത്തിലും വ്യവസായ വികസനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ സേവനം കേളകം പഞ്ചായത്തിൽ ലഭ്യമാണ്. യുവജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? അതാണ് വിപിൻ ചോദിച്ച പ്രധാന ചോദ്യം. യുവജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാവുന്ന പദ്ധതികൾ എല്ലാം കൃത്യമായി ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഇവിടെ കേളകം പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇന്ത്യൻ്റെ സേവനം നടത്തിയിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇവിടെ UDF പ്രതി പറഞ്ഞു, തങ്ങൾ അധികാരത്തിൽ വന്നാൽ 100 ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ ഗ്രാമീണ റോഡുകളും പൂർത്തിയാക്കുമെന്ന്. നമ്മൾ ആലോചിക്കുക, ഇന്ത്യ രാജ്യം ഉണ്ടായതിനു ശേഷവും കേരളത്തിന് ശേഷവും ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ഈ മുന്നണിയാണ്. കേളകം പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാലും അതിന് വളരെ കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ള ഈ മുന്നണി ഇപ്പോൾ പറയുകയാണ് 100 ദിവസം കൊണ്ട് കേരളത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ പണിത് പൂർത്തിയാക്കുമെന്ന്. നമുക്കറിയാം 10 വർഷം മുമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്ന ആ റോഡുകളുടെ അവസ്ഥയാണോ ഇന്ന് കേരളത്തിലുള്ളത്? എല്ലാ റോഡുകളും മനോഹരമാക്കിയിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ മാത്രം ഇവിടെ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഈ മുന്നണി, ആ ഒറ്റക്കെട്ട് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിലേക്ക് വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ദിവസം ആകുമ്പോഴേക്ക് തന്നെ അവർ തമ്മിലടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പഞ്ചായത്ത് മെമ്പർമാർ പരസ്പരം തമ്മിലടിക്കുന്നു, കാലടിച്ചടിക്കുന്നു, തല്ലി ഓടിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ കണ്ടത്? നമ്മൾ 10 വർഷക്കാലം നമ്മൾ കണ്ടതല്ലേ മുൻ കാലഘട്ടത്തിലുള്ള കോൺഗ്രസിൻ്റെ ഭരണസമിതിയിൽ ഒരു ദിവസം പോലും മാന്യമായിട്ട് ഭരിച്ച ഒരു സമയം ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്തുണ്ടായിട്ടുണ്ടോ? എന്നാൽ LDFിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഈ കേളകത്ത് എല്ലാ മെമ്പർമാരും UDFിൻ്റെ ആയിക്കോട്ടെ LDFിൻ്റെ ആയിക്കോട്ടെ അതെ, അതാണ് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തിനാണ് ഇവർ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്? തമ്മിലടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ കേളകം പഞ്ചായത്തിൽ അവർ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് എനിക്ക് UDFിൻ്റെ ഒന്നുകൂടി ചോദിക്കാനുള്ളത്. എന്തിനാണ് UDF അധികാരത്തിൽ വരുന്നതിനുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായും വളരെ കാഴ്ചപ്പാടുകളും കൂടി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് UDFിൻ്റെ എഗ്രിമെൻ്റാണ്. കേളകത്തെ ജനങ്ങൾക്ക് നൽകുന്ന എഗ്രിമെൻ്റ് ഒപ്പിട്ട് നൽകിയത്. അത് നടപ്പിലാക്കാൻ ഗ്രാമീണ റോഡുകൾ മുഴുവൻ ടാർ ചെയ്ത് പൂർത്തീകരിക്കുമെന്നല്ല പറഞ്ഞത്, ഗതാഗത യോഗ്യമാക്കും. കേളകത്ത് എവിടെയാണ് 10 വർഷം കൊണ്ട് വികസനം നടന്നില്ല എന്ന് പറഞ്ഞു. ഈ 10 വർഷം കൊണ്ട് കേരളത്തിലെ 10 വർഷങ്ങൾക്ക് മുമ്പ് UDFിൻ്റെ സർക്കാർ കൊണ്ടുവന്നല്ലാതെ ഏതെങ്കിലും ഒരു വികസന പദ്ധതികൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക. എവിടെയാണ് വികസന പദ്ധതികൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്?
നമ്മുടെ ഗ്രാമീണ റോഡുകൾ, പ്രധാനപ്പെട്ട റോഡുകളെല്ലാം എടുത്തു നോക്കുക. കൊണ്ടുവന്നത് ആരാണ്? ഇതിനെക്കുറിച്ചൊന്നും പറയാതെ എന്തെങ്കിലും തമ്മിലടി എന്ന് പറഞ്ഞാൽ പണ്ട് ആരാണ്ട് കാലത്ത് എന്തൊക്കെയോ നടന്നെന്നും പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റുമോ? ഇവിടെ അധികാര വികേന്ദ്രീകരണം കൊണ്ടുവരുന്ന ആരാണ്? UDFിൻ്റെ ഗവൺമെൻറ്റാണ് അധികാര വികേന്ദ്രീകരണം കൊണ്ടുവന്നതും ജനങ്ങളിലേക്ക് അധികാരം എത്തിച്ചതും ഞങ്ങളാണ്. ഞങ്ങൾ 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്ത് ചെയ്ത വികസന പ്രവർത്തികളല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? എവിടെയാണ് റോഡുകൾ? ഈ കേരളത്ത് ഈ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട എൻ്റെ CPMൻ്റെ പ്രതിനിധിയും നിങ്ങളുടെ ആളുകളും കേളകം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പോയി ഒന്ന് നോക്കണം. പ്ലാസ്റ്റിക് ഷെഡുകളിൽ തറ പോലുമില്ലാതെ കിടക്കുന്ന പാവപ്പെട്ട ആളുകളുടെ കണ്ണീര് നിങ്ങളൊന്ന് കാണണം. ഇന്നലെയും ഞങ്ങൾ ഭവന സന്ദർശനം നടത്തിയപ്പോൾ എൻ്റെ വാർഡ് 9-ാം വാർഡിൽ എത്ര കുടുംബങ്ങൾ മേൽക്കൂരയില്ലാതെ പ്ലാസ്റ്റിക് ഷെഡിന് ഒരു തറ പോലുമില്ലാതെ വിഷമിച്ച് മുറ്റം വരെ അടുക്കളയാക്കിക്കൊണ്ട് നിൽക്കുന്ന എത്ര ആളുകളുടെ വീടുകളാണ് ഉള്ളത്. നമ്മൾ നിയമങ്ങൾ എനിക്ക് പറയാൻ അവസരം തരണ്ടേ? പറയണ്ട. ഞാൻ ഇവരെല്ലാം എത്ര നേരം മറുപടി പറയുന്നത്? അല്ല, എനിക്ക് മറുപടി പൂർത്തിയാക്കേണ്ടത്. പറഞ്ഞു. സന്തോഷമുള്ള ചോദ്യം. എൻ്റെ പേര് രാജേന്ദ്രൻ. 2010-2015 UDFിൻ്റെ ഭരണസമിതിയായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത്. അന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പ്രസിഡന്റുമാരും 3 വൈസ് പ്രസിഡന്റുമാരും ഒക്കെ മാറി മാറി വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തമ്മിലടിയും ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ കാലുതല്ലൊടിക്കലും ഒക്കെ നടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അധികാരം ഏൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അന്നത്തെ ആ കാലഘട്ടത്തിലെ നമ്മുടെ പ്ലാൻ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് സന്തോഷം അറിയായിരുന്നു. ഞങ്ങൾ മേരി ചേച്ചി ഞങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം അന്ന് 83% ഞങ്ങൾക്ക് ഉയർത്താനായിട്ട് സാധിച്ചു. നിങ്ങൾ പ്രസിഡന്റ് ആയിരുന്ന UDFിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് 50% പോലും ഫണ്ട് എത്തിയിരുന്നില്ല. അവസാനം അന്നത്തെ പ്രസിഡന്റ് പൈരി സാറ് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അതിനി മാഷെ എന്തായാലും ചിലവാകില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് ലാപ്സാക്കി കളയുന്ന ഭരണസമിതിയായിരുന്നു UDF ഭരണസമിതി. ഇനിയും നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫണ്ട് ലാപ്സായി പോകില്ല എന്ന് എന്ത് ഉറപ്പാണ് ബഹുമാനപ്പെട്ട സന്തോഷം നൽകാനുള്ളത്? ഇവിടെ നല്ല ഉറപ്പ് ഞാൻ അദ്ദേഹത്തോട് പറയാം. UDFിൻ്റെ സ്ഥാനാർത്ഥികൾ തമ്മിൽ അല്ലെങ്കിൽ അടിപിടിയായിരുന്നു നിങ്ങൾ പറഞ്ഞു. ഇവിടെ ഒളിച്ചോടിയ സ്ഥാനാർത്ഥികളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. കേരളത്തെ വിവാദം പറഞ്ഞാൽ വിവാദം പറയണ്ടേ? എനിക്ക് മറുപടി പറയണം. അങ്ങനത്തെയുള്ള സംഭവമൊന്നും ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ്സിന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് അത്. ചിലപ്പം 4 പ്രസിഡന്റുമാർ ഇളക്കം ഉണ്ടായിരുന്നിരിക്കും. വികസന കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നയമാണ് അവിടെ നടപ്പിലാക്കുന്നത്. അല്ലാണ്ട് അവിടെ പൈലിയുടെയോ അല്ലെങ്കിൽ ലിസ്റ്റ് വന്നാൽ ലിസ്റ്റ് നയമല്ല നടപ്പിലാക്കുന്നത്. UDFിൻ്റെ നയമാണ് കേളകം പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്. അത് ആര് മാറി വന്നാലും ആ നയം മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ. ആ നയത്തിനനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പ്ലാൻ ആൻഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. 10 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്ലാൻ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓർത്തിരിക്കാനൊന്നും എനിക്ക് സാധിക്കത്തില്ല. പക്ഷേ പ്ലാൻ ആൻഡ് എക്സ്പെൻഡിച്ചർ ചിലവാക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവിടെ എന്തേലും വികസന പദ്ധതികൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നിങ്ങളെല്ലാവരും കേളകത്തെ ടൗണിലേക്ക് ഇറങ്ങി ചോദിച്ചു നോക്ക്, ആളുകളോട് ചോദിച്ചു നോക്ക്. കേളകത്തെ ജനങ്ങൾ പറയും, കേളകത്തെ വ്യാപാരികൾ പറയും. ഒരു ടൗണിൻ്റെ എന്ന് പറയുന്ന അവിടുത്തെ വ്യാപാരികളാണ് അവരുടെ വികസനത്തിൻ്റെ എല്ലാം അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് കേളകം ടൗണിലെ വ്യാപാരികളുടെ മുഖത്തേക്ക് പോകുന്നു. ഒരു ട്രാഫിക് വണ്ടി കൊണ്ട് ഞാൻ എൻ്റെ കാറ് കൊണ്ട് വന്നാൽ എത്ര ദൂരം വട്ടം ചുറ്റിയാണെന്നറിയോ അവിടെ കേളകത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്താണ്ട് നിൽക്കുന്നു. എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെയെങ്കിലും വണ്ടിയുടെ ഒരു മൂല റോഡിൻ്റെ അങ്ങോട്ട് പോയാൽ ഫൈൻ അന്നേരം അടിച്ചു. ഞാൻ അടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ഭരണസമിതി ഇനി കേളകത്തിന് വേണ്ട. ഞാൻ പനനാമാറിലെ ഒരു വോട്ടറാണ്. പേര് വിൽസൺ. എനിക്ക് ഒരു കാര്യം സന്തോഷ് പറഞ്ഞതുകൊണ്ട് ഒന്നും കൂടെ വിശദീകരിക്കുന്നു. എന്നാ കാരണമെന്ന് വെച്ചാൽ ഇവിടെ 2 ചോദ്യം ചോദിക്കാം. ഒരു സെക്കൻഡ്. 2 LDFിൻ്റെ ആൾക്കാർ ചോദിച്ചു തമ്മിലടിയാണോ എന്ന്. തമ്മിലടിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. കാരണം ജയിച്ചു കഴിഞ്ഞ പ്രസിഡന്റ് സ്ഥാനത്തേന് ഒളിച്ചു പോയിട്ട് കേരളം മൊത്തം ആ സ്ഥാനാർത്ഥിനെ അന്വേഷിച്ചു പോയി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചൊരു പാരമ്പര്യം ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ആരാണെന്ന് നോക്കുക. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ പ്രസിഡൻറ്റിൻ്റെ വാർഡിൽ, അതായത് 11-ാം വാർഡിൽ പ്രസിഡൻ്റ് വാർഡിൽ ഒരു വായനശാലയുണ്ട്. അതേപോലെ തന്നെ കുടിവെള്ള ഒരു കിണറുണ്ട്. അത് 10 വർഷമായിട്ട് ജനങ്ങൾ വെള്ളമില്ലാതെ വെള്ളൂന്നി ഭാഗത്ത് കഷ്ടപ്പെടുമ്പോൾ അതൊന്ന് നന്നാക്കി കൊടുത്തുകൊണ്ട് ആ കുടിവെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചില്ല. ഒരു സെക്കൻഡ്. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് ഇടിഞ്ഞ് വീണ് മണ്ണ് ഇപ്പോഴും വായനശാലയിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ ജനൽ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അതൊന്ന് കോരി മാറ്റാൻ പോലും നിങ്ങൾക്ക് കഴിയാത്ത നിങ്ങളാണോ പിന്നെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നത്? 3 കൊല്ലം മുമ്പ് സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് അതിന് അഫിലിയേഷൻ കിട്ടുകയും മറ്റും നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് രൂപത്തിലേക്ക് കഴിഞ്ഞ 2 കൊല്ലമായി അവിടെ സർക്കാരിൻ്റെ ഗ്രാൻഡ് അടക്കം കിട്ടുന്ന ലൈബ്രറി ആയിട്ട് മാറി കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു 2 ലൈബ്രറി മാത്രമല്ല, 2 ലൈബ്രറി പുതുതാണ്. നേരത്തെ 3 എണ്ണം ഇവിടെ ഉണ്ടായിരുന്നു, അതടക്കമാണ് 5 എണ്ണം. മറ്റൊന്ന്
കുടിവെള്ളത്തിൻ്റെ വരെ ഈ ജലജീവൻ മിഷൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുന്നില്ല എന്ന രൂപത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ജലജീവൻ മിഷൻ്റെ പദ്ധതി പൂർത്തിയാകുമ്പോൾ കേളകമല്ല നമ്മുടെ ഈ പ്രദേശത്തെ മലയോര 3-4 പഞ്ചായത്തുകൾ കൂടിയുള്ള ഒരു പ്രൊജക്റ്റാണത്. ആ പ്രൊജക്റ്റിലെ എല്ലാ വീട്ടുകൾക്കും കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇപ്പോൾ രൂക്ഷമായ കുടിവെള്ളം ക്ഷാമം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ ആ സമയത്ത് ടാങ്കറിലടക്കം വെള്ളം എത്തി കൊടുക്കുന്നുണ്ട്. അത് ശാശ്വതമായ പരിഹാരമല്ല എന്നറിയാം. ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുകയാണ്. അത് ബഹുഭൂരിപക്ഷ സ്ഥലത്ത് നടന്നു കഴിഞ്ഞു. ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ നടക്കാൻ ബാക്കിയുണ്ട്. അത് കൃത്യമായ രൂപത്തിൽ നടത്താൻ വേണ്ടി കഴിയുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഈ സ്ഥാനാർത്ഥി ഒളിച്ചു പോയവർ അതൊന്നും ഞങ്ങൾക്കൊരു ഭരണപ്രതിനിധി ഒരു ദിവസം ഒരു സ്ഥാനാർത്ഥി ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ പോയപ്പോൾ പിറ്റേ ദിവസം തന്നെ അത് വരികയും കൃത്യമായി ഞങ്ങളുടെ തീരുമാനപ്രകാരം ഒരു ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ആ 5 കൊല്ലം ഞങ്ങൾ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഇടയ്ക്ക് മാറ്റവും തമ്മിലടിയോ ഒന്നും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഇവിടെ 10 വർഷത്തെ കേളകം പഞ്ചായത്തിൻ്റെ LDFിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം 10 വർഷത്തിന് മുൻപ് ഏതാണ്ട് 10-20 വർഷത്തോളം കോൺഗ്രസ് ഭരിച്ച ഒരു ഭരണമായിരുന്നു നമ്മുടെ കേളകത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഈ കഴിഞ്ഞ 10 വർഷം ഇവിടെ എന്തൊക്കെ നടന്നു എന്ന് ജനങ്ങൾക്കറിയാം. കേളകം ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ നല്ല നിലയിലുള്ള ഒരു ടോയ്ലറ്റ് സമുച്ചയം ഉൾപ്പെടെ കേളകം ബസ് സ്റ്റാൻഡ് വളരെ ഭംഗിയായിട്ട് തന്നെ നിലനിർത്താനും കേളകം ടൗണിൽ നമുക്ക് നമ്മുടെ സിറ്റി അനീഷിൻ്റെ കാലത്ത് സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെ ഈ പഞ്ചായത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. ഈ അടുത്ത കാലത്തായി ഈ 4-5 വർഷം കൊണ്ട് ഏതാണ്ട് 17-18 ഏക്കർ സ്ഥലം ഈ പഞ്ചായത്തിന് വേണ്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതാണ് ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിന് നല്ല മികച്ച രീതിയിലാക്കുന്നതിന് വേണ്ടി സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെ നടത്തിയ ഈ ഭരണസമിതി എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഈ ഇതുപോലുള്ള പഞ്ചായത്തിന് വേണ്ടി എത്ര സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, ഏറ്റെടുത്തിട്ടുണ്ട്? അതാണ് എൻ്റെ ചോദ്യം. ശ്രീ സന്തോഷ്, അതായത് ഭരണസമിതി കോൺഗ്രസിൻ്റെ കാലത്ത് എന്താണ് ചെയ്തത്? ഇവിടെ മൂത്രപ്പുരയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ബസ് സ്റ്റാൻഡിൽ നമ്മളൊക്കെ ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കുന്നവരല്ലേ, അവിടെ മൂത്രം ഒഴിക്കാൻ പോകണമെങ്കിൽ അത് തുറക്കുന്നതും അടയ്ക്കുന്നതും നോക്കി നമ്മൾ നിൽക്കണം, ഇല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയല്ലേ, അവിടെ അങ്ങനെയാണ്. വെള്ളമില്ല, അത് തോന്നുമ്പോൾ അടയ്ക്കും, തോന്നുമ്പോൾ തുറയ്ക്കും. ഇവിടെ സ്ഥലം ഏറ്റെടുത്ത് നിങ്ങൾ ഈ 18 ഏക്കർ സ്ഥലമാണോ ഏറ്റെടുത്തത്? ആ 18 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് നിങ്ങൾ എന്നാ ചെയ്തത്? ഇവിടെ നിങ്ങൾ കോളേജിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുത്തില്ലേ? ഇവിടെ നിങ്ങൾ 10 വർഷം കൊണ്ട് ചെയ്യാത്ത കാര്യം ചെയ്യുമെന്ന് എല്ലാവർക്കും പറയാൻ സാധിക്കും. അല്ലല്ല, അവർ മറുപടി പറയട്ടെ. മറുപടി ഉണ്ട്. ഓക്കെ. അതായത് ഞാൻ ചോദിക്കട്ടെ, അല്ല, നിങ്ങൾ പരസ്പരം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്റെ മറുപടി കേൾക്കണോ? നിങ്ങൾക്ക് എന്റെ മറുപടി കേൾക്കണോ? എന്റെ ചോദ്യമാണല്ലോ, എന്റെ ചോദ്യമാണ്. ഞാൻ ചോദ്യത്തിന് മറുപടി പറയും. നിങ്ങൾ അവിടെ ഇരിക്കുക. പിന്നെ എന്തിനാ ഞാനിവിടെ നിൽക്കുന്നത്? വിഷയാക്കാനാണെങ്കിൽ കുഴപ്പമില്ല. മറുപടി പറയാൻ നിങ്ങൾ അവിടെ ഇരിക്കണോ? മറുപടി പറയണേ, ഇരിക്കും. നിങ്ങൾ അവിടെ ഇരിക്കുക. ഇത് തന്നെയാണ് കേളകം പഞ്ചായത്തിലെ ജനങ്ങൾ വീണ്ടും നിങ്ങളെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്തത്. ഒരു ചർച്ചയിൽ ഒരു സാമാന്യ മര്യാദ പുലർത്തണ്ടേ? ഒരു ചർച്ചയിൽ പുലർത്തണ്ടേ? ഇതാണ് നിങ്ങളുടെ പാരമ്പര്യം. ഈ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കി കേളകത്തെ ജനങ്ങളെ ഇനി ഇരുത്താൻ വെച്ചാൽ നടക്കൂല. നിങ്ങൾ സ്ഥലം നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയുന്നത്, നിങ്ങൾ പഞ്ചായത്തിൽ 18 ഏക്കർ സ്ഥലം എടുത്തിട്ട് എന്താ ചെയ്തത്? നിങ്ങൾ കോളേജ് കൊണ്ടുവന്നോ? പറഞ്ഞ് സ്ഥലം വാങ്ങിയില്ലേ? എവിടെ നിങ്ങളുടെ കോളേജ്? ഇത്തരത്തിൽ കുറെ പൈസ പിരിവ് നടത്തി ജനങ്ങളെ കണ്ണിൽ പുഴയിടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഉത്തരം മുട്ടുമ്പം ചോദ്യം ചോദിച്ച് ഉത്തരം കേൾക്കുമ്പോൾ എണീറ്റ് നാളെ ഇംഗ്ലാവ് വിളിച്ചു കഴിഞ്ഞാൽ ഭരണമാകില്ല, ഒച്ചപ്പാടുണ്ടാക്കില്ല. പറയുന്ന മറുപടി നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണം. അല്ലാണ്ട് ചുമ്മാ കിടന്ന് ചാടിയിട്ട് കാര്യമില്ല. ഈ ചാട്ടം തന്നെയാണ് നിങ്ങളെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും നിങ്ങളെ പുറത്താക്കാനുള്ള കാരണം. ഈ ചാട്ടം അവസാനിപ്പിക്കേണ്ടി വരും. ഇങ്ങനെയാകുമ്പോൾ ചർച്ച അവസാനിപ്പിക്കേണ്ടി വരും. കാരണം നിങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നതാണ്, ഒരു ടെലികാസ്റ്റ് ചെയ്യൂല, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളിവിടെ വെറുതെ ആവും. അവിടെ ഒരു വിഷയാക്കാതെ നമുക്കിത് കൊണ്ടുപോകാം. എത്ര മര്യാദയ്ക്ക് പോയൊരു ചർച്ചയാ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, കേൾക്കാൻ പ്ലീസ്. നമുക്കിപ്പോ ആരാണ് ഏത് രാഷ്ട്രീയ അറിയില്ല.
നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് ബൂത്താണുള്ളത്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് ബൂത്ത് ജനങ്ങൾ, ഈ കേളകം പഞ്ചായത്തുള്ള ജനങ്ങൾ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുന്നണികൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി എന്താണ് നമ്മൾ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു നമ്മളുടെ വരാൻ പോകുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത്. അവരോട് നമ്മൾക്ക് പറയാനുള്ള നമ്മുടെ വികസന നേട്ടങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ കാലത്തെ കുറേ കുറ്റം കുറവുകളും പറയാൻ നിന്നാൽ രണ്ടു കൂട്ടരും മോശമല്ല. കുറ്റങ്ങൾ ഏറ്റുപറയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴേ ഈ തമ്മിലടിയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണത്തിലേക്ക് വന്നാൽ ഇവരെന്ത് ചെയ്യുമെന്നുള്ളതാണ് NDA എന്ന വർഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഹലോ നമസ്കാരം, എൻ്റെ പേര് സിബിച്ചൻ. എനിക്ക് പൊതുവായിട്ട് ഒരു ചോദ്യമല്ല, എങ്കിലും LDF UDF ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. പഞ്ചായത്ത് രാജ് രൂപം കൊണ്ട കാലം മുതൽ LDF UDF നമ്മുടെ കേരളം നിരന്തരം ഭരിക്കുന്നുണ്ട്. അവർ വളരെ മനോഹരമായ പ്രകടന പത്രികകളൊക്കെ എഴുതി മെമ്പർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. അതിൽ ഒരു 4-1 പോലും അവർക്ക് പ്രവർത്തനത്തിൽ, ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ വികസന പ്രവർത്തനത്തിൽ എന്താ പറയുക, കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. കാരണം ഫണ്ട് തികയുന്നില്ല എന്ന് രണ്ട് പാർട്ടിക്കാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഒഴിവാകുന്നതല്ലാണ്ട് ഇവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരു പഞ്ചായത്തുണ്ട്, ഇപ്പോൾ 6 കോടി രൂപ മിച്ചമുള്ളത്. അപ്പോൾ അവർക്കങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ അതിനേക്കാൾ കൂടുതൽ വരുമാനമുള്ള ഈ കേളകം പഞ്ചായത്തിൽ എന്തുകൊണ്ട് നിസ്സാര ഒരു സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പോലും ഈ ടൗണിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പം ഞങ്ങൾ NDA ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ, ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ വോട്ടർമാരെ എത്രമാത്രം സുഖപരമായ രീതിയിൽ ഈ പഞ്ചായത്തിൽ ജീവിക്കാൻ പറ്റുമോ, അതിൻ്റെ തക്കതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇത്തവണ അംഗത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെല്ലാവരും കേളകം പഞ്ചായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഒത്തിരി സമയം അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും ഭരിച്ചവരും ഇനി ഭരിക്കാനിരിക്കുന്നവരൊക്കെ. ഇപ്പം നമ്മൾ ചെറുതായി പറഞ്ഞു പോയ ഒരു സബ്ജക്റ്റ് ഉണ്ട്, കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവം. ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാകാൻ ഇനി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവം. കാരണം കർണാടകത്തിൽ നിന്നൊക്കെ ജനങ്ങൾ അതിശക്തമായി കൊട്ടിയൂരേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയം, ആളുകൾ ഇവിടെ കൊള്ളാത്ത സാഹചര്യം വരും. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഉദാഹരണം ഉണ്ടായ ഒരു കുട്ടിയുടെ മരണം. ആ ബ്ലോക്ക് കടത്തി ഇപ്പുറം കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചു. അങ്ങനെ ഒരുപടി ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. കേളകം, കൊട്ടിയൂർ, കണിച്ചാറ് പഞ്ചായത്തുകളൊക്കെ അതിൻ്റെ ഇരകളാവാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടിനെ ഭരിക്കുന്ന നിങ്ങളും ഭരിക്കാൻ സാധ്യതയുള്ളവരും ഭരിക്കാൻ ഇനി ചാൻസിൽ നിൽക്കുന്നവരൊക്കെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ഞങ്ങളുടെ കുട്ടികൾക്ക്, ഞങ്ങളുടെ ചുറ്റുമുള്ള യുവത്വങ്ങൾക്ക് ഒരു ധൈര്യം കൊടുക്കുവാൻ നിങ്ങൾക്ക് ഏത് രീതിയിൽ കഴിയും? ഇതിനെ നമ്മുടെ നാടിനും ടൗണിനും എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ ഈ കൊട്ടിയൂർ ഉത്സവത്തെ മാറ്റുവാൻ കഴിയും എന്നത് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. എല്ലാവരോടും കൂടിയാണ് ചോദ്യം. അപ്പോൾ ഇതൊരു കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചുള്ളത്, ട്രാഫിക്കിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അതിലിടയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് അറിയാം, ഇപ്പോൾ ആരും ചർച്ചയിലൊന്നും പറയാത്തൊരു കാര്യമാണ് വിനോദസഞ്ചാരത്തെക്കുറിച്ച്. കാരണം ഇവിടെ ഒത്തിരി നല്ല സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് വിദേശികളെ ഉൾപ്പെടെ എത്തിക്കാൻ പറ്റുന്ന നല്ല ഓരോ ലൊക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ വിനോദസഞ്ചാരത്തിന് വേണ്ടി എന്താണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുക? ഇപ്പം നേരത്തെ ചോദിച്ച അവരുടെ ചോദ്യം, കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ ആണെങ്കിലും തുടർന്ന് വരുന്ന വിനോദസഞ്ചാരത്തിൻ്റെ ആണെങ്കിലും വളരെ പശ്ചാത്തല സൗകര്യത്തിൻ്റെ വികസനത്തിനാണ് മുൻകൂർ. ഇന്നിപ്പം പാലുകാച്ചി ഇക്കോ ടൂറിസം എന്നൊരു പദ്ധതി പ്രാരംഭഘട്ടത്തിലേക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. നിരവധി ആൾക്കാർ അവിടെ വന്നു പോകുന്നുണ്ട്. ഇന്നിപ്പോൾ ആ സമയത്ത് ഇപ്പോൾ അവിടെ തുടങ്ങി കാണും. ഏതാണ്ട് 10-70ഓളം ശലഭ നിരീക്ഷകരും പരിസ്ഥിതി പ്രവർത്തകരും അവിടേക്ക് എത്തുകയാണ്. അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്. അതിലൂടെ വലിയ വിനോദസഞ്ചാരത്തിൻ്റെ ഒരു മേഖല കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഏറ്റെടുത്ത സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചു. ആ ഏറ്റെടുത്ത സ്ഥലത്തിൽ 90 സെൻറ്റ് സ്ഥലം അവിടെയായിരുന്നു. ആ 90 സെൻറ്റ് സ്ഥലത്ത് അവിടെ ബേസ് ക്യാമ്പിനായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്. അവിടെ കുറേ കേരളം ഒരു പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ട് മാത്രം കഴിയുന്നതല്ല, എങ്കിലും അവിടെ 12 ലക്ഷം രൂപ മുടക്കി ആ റോഡിൻ്റെ ഒരു ചെറിയ മെയിൻ്റനൻസ് ഒക്കെ നടത്തിക്കൊണ്ട് അവിടേക്ക് ആൾക്കാരെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. 100 കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന ഒരു പ്രദേശമായിട്ട് അത് മാറുന്നുണ്ട്. കൊട്ടിയൂർ ഉത്സവത്തിൻ്റെ സമയത്ത് അത് ഒരു മാസ്റ്റർ പ്ലാൻ, അത് കേളകമല്ല കൊട്ടിയൂരാണ്. കൊട്ടിയൂർ പഞ്ചായത്തിലടക്കം ഒരു 10-15 ഏക്കർ സ്ഥലം കണ്ടെത്തി അത് ആ വിശാലമായ പാർക്കിംഗ് ഉണ്ടാകുക, അതേപോലെ സമാന്തര റോഡിൻ്റെ നവീകരണം, ഈ 2 കാര്യങ്ങൾ വെക്കണം. അതിൽ ദേവസ്വം ബോർഡ്, കൊട്ടിയൂർ ദേവസ്വം കാര്യമായ ശ്രദ്ധ ചെലുത്തണം എന്ന രൂപത്തിലേക്ക് അവിടെ ഞങ്ങളുടെ CPM-ൻ്റെ ആഭിമുഖ്യത്തിൽ കൊട്ടിയൂർ ലോക്കൽ കമ്മിറ്റി വിപുലമായ വിദഗ്ധ സെമിനാർ നടത്തിയിട്ടുണ്ട്. കുറേ നിർദ്ദേശങ്ങളുണ്ട്, സംസ്ഥാന ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. അന്ന് സംസ്ഥാന മന്ത്രി, നമ്മുടെ ടൂറിസത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കൊട്ടിയൂരിലെ പാല ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തും. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടക്കം സഹായത്തോടെ, മറ്റ് ഏജൻസികളുടെ സഹായത്തോടെ ശാശ്വത പരിഹാരം കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ അഭൂതപൂർവമായ തിരക്ക്
അടുത്ത കൊല്ലവും പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ കൃത്യമായ രൂപത്തിലേക്ക് പ്ലാനിങ് നടത്തുമെന്നാണ് പറയാനുള്ളത്. ടൂറിസം എന്നുള്ള മേഖലയാണ് ആ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ സൂചിപ്പിച്ചു. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഈ കേളകം പഞ്ചായത്തിലെ ടൂറിസത്തിന് സാധ്യതയുള്ള ആ ഒരു സ്ഥലങ്ങളെയൊക്കെ വികസിപ്പിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ടൂറിസം പദ്ധതിയിൽ വളരെ വികസനപരമായ കാഴ്ചപ്പാടുകൾ ഞങ്ങൾക്കുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേളകത്ത് ടൂറിസം പദ്ധതി നടപ്പിലാക്കി എന്ന് പറയുന്നത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പാലക്കാച്ചിയിൽ അവിടെ കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട്. അല്ലാണ്ട് ഈ പറഞ്ഞ തരത്തിൽ യാതൊരു വികസന പദ്ധതികളോ റോഡോ അടിസ്ഥാന സൗകര്യമാണോ റോഡുകളോ ഇല്ല. കേളകം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് 2.3 കിലോമീറ്റർ ദൂരം ശാന്തഗിരിയിൽ നിന്നും പാലക്കാച്ചി വരെ റോഡ് ഫുൾ പണി തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ടൂറിസം മുന്നിൽ കണ്ടുകൊണ്ടാണ് MP ഫണ്ട് പാസ്സായി. നിങ്ങൾക്ക് പത്രമാധ്യമങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. കേളകം പഞ്ചായത്തിലെ 3 റോഡുകൾക്ക് ഇത്തരത്തിൽ ഗ്രാമീണ റോഡുകൾക്ക് പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. മുൻപ് തന്നെ ഞങ്ങൾ നൽകിയതാണ്. കേളകം പഞ്ചായത്തിലെ ഈ നമ്മുടെ കൊട്ടിയൂർ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എന്ത് സൗകര്യം ഒരുക്കിയെന്ന് എനിക്കറിയത്തില്ല. ബസ് സ്റ്റാൻഡിൽ കുറച്ച് ബസ്സുകൾക്ക് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കേളകത്തിൻ്റെ ഒരു സ്ഥലത്ത് പോലും വണ്ടി വയ്ക്കാൻ സാധിക്കാതെ ബസ് സ്റ്റാൻഡിൽ കൊട്ടിയൂർക്ക് പോകുന്ന കുറേ വണ്ടികൾ പിടിച്ചെടുക്കുകയും ഇവിടുത്തെ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു ഒഴിച്ചാൽ യാതൊരു സൗകര്യങ്ങളും ഒരുക്കിയില്ല. പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലങ്ങൾ മൈതാനങ്ങൾ എടുത്തുകൊണ്ട് വാഹനം ബ്ലോക്ക് വരുന്ന സമയത്ത് അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം. ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ പരിപാടികൾ മുൻകൂട്ടി കണ്ട് പ്ലാൻ ചെയ്യണം. ഇവിടെ എന്ത് മുൻകൂട്ടി കണ്ടാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടികളുത്സവത്തിന് ഞാൻ പറയുന്നതല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അക്കാര്യം പറയും. ഞങ്ങൾക്ക് വ്യക്തമായ മാസ്റ്റർ പ്ലാൻ ഇക്കാര്യത്തിലുണ്ട്. NDA അധികാരത്തിലെത്തിയാൽ കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ട് കേളകം പഞ്ചായത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെട്ട് ചെയ്യാൻ പറ്റുമോ? അതുകൂടാതെ ടൂറിസം സാധ്യതകൾ എങ്ങനെ വിപുലപ്പെടുത്താൻ സാധിക്കും? ശ്രീ റോയ്. ഈ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ എല്ലാ വാർഡിലും മുഖ്യമായും നടത്തുന്ന പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടൂറിസവും അതുപോലെ തന്നെ പിൽഗ്രിമേജ് ടൂറിസം കൊട്ടിയൂർ അമ്പലവും ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ കേളകം കൊട്ടിയൂർ പഞ്ചായത്തുകളിൽ എങ്ങനെ വികസനം കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ടൂറിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ NDAയുടെ നേതാക്കൾ പലതവണ കേന്ദ്ര ടൂറിസം സഹമന്ത്രി അടക്കമുള്ള ആളുകളെ ഞങ്ങളുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ കാണുകയും പാലുകാച്ചി മലയും കൊട്ടിയൂർ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിൽഗ്രിമേജ് എക്കോ ഫ്രണ്ട്ലി ആയ ഒരു പിൽഗ്രിമേജ് ടൂറിസം എങ്ങനെ സാധ്യമാകാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തപ്പോൾ അവർ നമ്മൾക്ക് തന്നിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും പ്രതീക്ഷയുള്ളതാണ്. അവർ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ആറളം ഫാം മുതൽ ശുദ്ധജല നദിയായിട്ടുള്ള ചീങ്കണ്ണിപ്പുഴ മുതൽ അത് തുടങ്ങി പാലുകാച്ചി മല 1-ാം മലയും 2-ാം മലയും തുടർന്ന് അതിൻ്റെ സമീപത്തുള്ള കുറവം മലയും അടക്കമുള്ള മലകളെ കേന്ദ്രീകരിച്ചും കൊട്ടിയൂർ അമ്പലവും ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളെയും അവിടുത്തെ നമ്മുടെ സവിശേഷമായിട്ടുള്ള ഉത്സവങ്ങളെയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതികൾക്ക് അവർ നമ്മൾ ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് വേണ്ടത് റിസൾട്ടാണ്. ജനങ്ങൾ NDAയുടെ സ്ഥാനാർത്ഥികളോടെ നിന്ന് കഴിഞ്ഞാൽ 100 കോടി രൂപയോട് 99.9 കോടി മുടക്കിക്കൊണ്ട് കേന്ദ്രം പദ്ധതിയായിട്ട് തന്നെ ഈ പദ്ധതിയെ ഉടനെ തന്നെ അത് പ്രഖ്യാപിക്കുകയും നടത്തും എന്നുള്ള ഉറപ്പാണ് നമുക്ക് കേന്ദ്രം ടൂറിസം സഹമന്ത്രിയിൽ നിന്നും നമുക്ക് നേതാക്കന്മാരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ 1-ാം മലയും 2-ാം മലയും ബന്ധിപ്പിക്കുന്ന പാലവും ഫെൻസിങ്ങും ഉൾപ്പെടെ 2-ാം മല എന്ന് പറയുന്നത് പാലുകാച്ചി മലയുടെ പാദാന്തികം എന്ന് പറയുന്നത് കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന പുണ്യക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ പാലുകാച്ചി മലയുടെ ഐതിഹ്യം നിലനിർത്തുന്നതിന് വേണ്ടി ശിവപാർവതി ശില്പങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെയും തീർത്ഥാടകരെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവസാനമായിട്ട് ഓരോ മിനിറ്റാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എന്താണ് വോട്ടർമാരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? LDFന്റെ പ്രതിനിധി ശ്രീ ഷാജി മാസ്റ്റർ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ 10 വർഷമായി കേളകവും ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ തുടർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ കേരളത്തിൽ നടപ്പാക്കുന്ന ജനപക്ഷ വികസനത്തിൻ്റെ ഒരു തുടർച്ചയുണ്ടാകണമെങ്കിൽ അത് നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും തന്നെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ വളരെ ശാക്തീകരിക്കപ്പെടണം. ആ രൂപത്തിലേക്കുള്ള കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം നമുക്കുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ അത് തൊഴിലുറപ്പ് പദ്ധതിയായാലും അതേപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏത് പദ്ധതിയാണെങ്കിലും, ലൈഫ് മിഷനാണെങ്കിലും ആർദ്രം പദ്ധതിയാണെങ്കിലും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണെങ്കിലും ഹരിതകാര മിഷനാണെങ്കിലും അത്തരം എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ കേളകം പഞ്ചായത്തിലെ ഭരണസമിതി ശാക്തീകരിക്കപ്പെടും. അതുവഴി കേളകത്തെയും ഒരു വികസനത്തിൻ്റെ ആ പുതിയ കാഴ്ചപ്പാടിലേക്ക് ഉയർത്താൻ വേണ്ടി കഴിയും. ഈ നിലവിലുള്ള ഭരണത്തിന് കൃത്യമായ ഭരണസമിതി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയും പൂർണ്ണതയും ഉണ്ടാക്കും. പുതിയ കാലഘട്ടത്തിനനുസൃതമായ രൂപത്തിലേക്ക് ഞങ്ങൾ വെച്ച പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വളരെ
മെച്ചപ്പെട്ട രൂപത്തിൽ ജനാധിപത്യപരമായ രൂപത്തിലേക്ക് ഭരണ സംവിധാനം നിലനിർത്താൻ കഴിയും. ജയിച്ചു കഴിഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പാണ്. 14 സീറ്റിലും ഞങ്ങൾ വിജയിക്കും എന്നുള്ള ഉറച്ച പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഓക്കെ. അവസാനമായിട്ട് UDF പ്രതിനിധി ശ്രീ സന്തോഷ് ജോസഫ്, എന്താണ് വോട്ടർമാരോട് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ 9 വർഷക്കാലത്തെ പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും കേളകം പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നാണ്. സ്വർണ്ണപാളികൾ വരെ അടിച്ചു മാറ്റിയ ഒരു സർക്കാരിനെ വിശ്വാസ സമൂഹം ഇനിയും വിശ്വസിക്കണമോ? ഇത് കേരളത്തിലെ ശബരിമലയിലെ മാത്രമല്ല, കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലെയും സ്വർണ്ണപാളികൾ ഇത്തരത്തിൽ അടിച്ചു മാറ്റും, യാതൊരു സംശയവുമില്ല. കേളകത്താണെങ്കിലും LDF സർക്കാരിൻ്റെ അതേ നയമേ ഇവിടെ പിന്തുടരുകയുള്ളൂ. ഞങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഞങ്ങൾ എഴുതി കൊടുത്ത എഗ്രിമെൻ്റ്, ഞങ്ങളുടെ പ്രകടന പത്രിക, ഇതനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. കേളകത്തെ ജനങ്ങളുടെ നാളെയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഞങ്ങൾ ചിറക് വിടർത്തും. നാളെ നല്ലൊരു പുലരി കാണുന്നതിന് വേണ്ടിയിട്ട് കേളകത്ത് പഞ്ചായത്തിലെ 14 UDF സ്ഥാനാർത്ഥികളും 13-ാം തീയതി വിജയിച്ചു വരും. കേളകം ടൗണിൻ്റെ നടുക്കൂടെ അവരെ ഞങ്ങൾ ഷാൾ അണിയിച്ചുകൊണ്ട് നടത്തും, യാതൊരു സംശയവും വേണ്ട അക്കാര്യത്തിൽ. എൻ്റെയൊക്കെ എന്താണ് പറയാനുള്ളത് ശ്രീ റോയ്? നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടിയും എന്നുള്ള ആ വിശ്വാസത്തിൽ തന്നെ മാറാത്തത് ഇനി മാറണം. വികസിത കേളകമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ, നിങ്ങളുടെ കൂടെ ഹൃദയം പറിച്ച് NDAയും നേതാക്കളും ഈ നാടിനൊപ്പം വികസനത്തിനൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം ഇവിടുത്തെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോടും വോട്ടർമാരോടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDFും UDFും അതോടൊപ്പം NDAയും. ഭരണം നിലനിർത്താൻ LDF ഇവിടെ കച്ചകെട്ടി ഇറങ്ങുമ്പോൾ തിരിച്ചുപിടിക്കാൻ UDFും അതേ വീറും വാശിയോടെയുമാണ് മത്സരരംഗത്തുള്ളത്. NDA ആകട്ടെ കേളകത്തിൽ അക്കൗണ്ട് തുറക്കുവാനുള്ള തത്രപ്പാടിലും. ഏതായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു സ്ഥലത്ത് കാണുന്നവരെ നന്ദി, നമസ്കാരം.